ആമയിഴഞ്ചാലിലെ മാലിന്യത്തിൽ ജോയുടെ ജീവൻ പൊലിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിരിക്കുന്നു. വിളിച്ചു വരുത്തിയ ദുരന്തത്തിന് ആരാണ് കാരണക്കാർ? മാലിന്യം നീക്കേണ്ടവർ നോക്കുകുത്തിയാകുമ്പോഴും ഇനിയും ഒരു ജീവൻ നഷ്ടമാകില്ലെന്ന് എങ്ങനെ പറയാനാകും? ഒരു വശത്ത് റെയിൽവേയും മറുവശത്ത് നഗരസഭയും കൈമലർത്തുകയാണ്. ജോയ് നമ്മൾക്ക് തീരാ നോവായത് മറക്കുകയാണോ സർക്കാർ? മാലിന്യം മരണക്കൂമ്പാരമാകുമ്പോൾ അധികാരികൾ കനക്കമില്ലേ? റിപ്പോർട്ടർ പ്രത്യേക ലൈവത്തോണിലേക്ക് സ്വാഗതം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഉമേഷ് ബാലകൃഷ്ണൻ, TV പ്രസാദ്, സുനിഷ യെല്ലൂർ, അശ്വിൻ ഡിയാഗോ, ലേബി സജീന്ദ്രൻ, അലി അക്ബർ ഷാ, MM രാഗേഷ് എന്നിവരാണ് ഉള്ളത്. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് പോവുകയാണ്. ജോയുടെ മൃതദേഹം കിട്ടിയ സ്ഥലത്താണിപ്പോൾ ഉമേഷ് ബാലകൃഷ്ണനുള്ളത്. ഉമേഷ്, ഇപ്പോൾ ഇന്നേക്ക് കൃത്യം 1 മാസമാവുകയാണ് ജോയുടെ മരണത്തിന്. അതിനുശേഷം ഉണ്ടായ ചർച്ചകൾ വളരെ വേഗം തന്നെ നടപടിയിലേക്ക് പോകും. മാലിന്യം ഇനി വളരെ വേഗം നീക്കം ചെയ്യും. അതിൽ റെയിൽവേയുമായും ഒരു ചർച്ച നടക്കുന്നു. അതിന്മേൽ പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴെന്താണ് ആ സ്ഥലത്ത് കാണാനാകുന്നത്? നമ്മൾ ജോയിയുടെ മൃതദേഹം കിട്ടിയ സ്ഥലത്താണുള്ളത്. ഇത് ജോയി മുങ്ങിയ, അതായത് റെയിൽവേ ടണലിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് ഈ പ്രദേശം. ഇവിടെ അന്ന് ജോയിയുടെ മൃതദേഹം കിട്ടുമ്പോൾ ഇവിടെ ഒരു വലിയ മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നു. ആ മാലിന്യ കൂമ്പാരത്തിൽ മൃതദേഹം തടഞ്ഞു നിന്നായിരുന്നു, ഇവിടെ തടഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവിടെ മാലിന്യം ശേഖരിക്കാൻ എത്തുന്നവർ ആദ്യം കാണുന്നത്. പിന്നെ കോർപ്പറേഷൻ കൗൺസിലറെ വിവരമറിയിക്കുകയും അദ്ദേഹം തുടർന്ന് മേയറെ വിവരമറിയിക്കുകയും തുടർന്നാണ് മൃതദേഹം പുറത്തേക്ക് എടുക്കുകയും ചെയ്തത്. എന്നാൽ ഇന്ന് നമ്മളിവിടെ വരുമ്പോൾ ആ മാലിന്യ കൂമ്പാരം പൂർണ്ണമായി മാറിയിരിക്കുന്നു. നമ്മൾ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണിക്കാം. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു ഫ്ലോട്ടിംഗ് മെഷ് കളക്ടർ എന്നറിയപ്പെടുന്ന ഒരു ഉപകരണമാണ്. അതായത് സാധാരണ വേസ്റ്റുകൾക്കായി മാറ്റാൻ വേണ്ടി, അതായത് ഇത് ഉപരിതലത്തിൽ, ഈ അമയിഴഞ്ചാൻ തോടിൻ്റെ ഉപരിതലത്തിൽ ഒഴുകി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ ഇത് തടഞ്ഞു നിർത്തുകയും എല്ലാ ദിവസവും ഇവിടെ നിന്ന് മാലിന്യങ്ങൾ ശേഖരിച്ച് മാറ്റുകയും ചെയ്യുന്നതാണ് രീതി. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായി, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ, ഈ മൃതദേഹം കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആളുകൾ ഇതിലേക്ക് ഇറങ്ങി, അതായത് ഈ മെഷ് കളക്ടറിലേക്ക് ഇറങ്ങി ഇത് തടഞ്ഞു നിർത്തിയിരിക്കുന്ന മാലിന്യങ്ങൾ എടുത്തു മാറ്റാൻ ഇപ്പോൾ മടിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ആരെങ്കിലും ഇറങ്ങിയാൽ കൊള്ളാം എന്നുള്ള നിലയിൽ ഇത് ഉപകാരം, അതായത് മാലിന്യം മാറ്റാൻ വേണ്ടി സ്ഥാപിച്ച ഒരു സംവിധാനം തന്നെ മാലിന്യ കൂമ്പാരത്തിന് ഒരു കാരണമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ സമയത്ത് ഇവിടെ കാണിക്കുന്നത്. എന്തായാലും ഇത് കോർപ്പറേഷൻ സ്ഥാപിച്ചതല്ല, ഒരു CSR ഫണ്ടിൻ്റെ ഭാഗമായി കോർപ്പറേഷൻ അനുമതി നൽകുകയും ആ CSR ഫണ്ട് ഉപയോഗിച്ച് ഒരു സ്വകാര്യ കമ്പനി സ്ഥാപിച്ചതുമാണ്. ഒരുപക്ഷെ ഒന്നുകൂടി പ്രേക്ഷകരുടെ അറിവിലേക്കായി ജോയുടെ മൃതദേഹം ആമയിഴഞ്ചാൻ തോട്ടിൽ തകരപ്പറമ്പിന് സമീപത്തെ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നാണ് കണ്ടെത്തിയത്. കാണാതായ റെയിൽവേ ടണലിൽ നിന്നും 1 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. 1 മാസം പിന്നിടുമ്പോൾ ഈ തോടിലെ ഈ ഭാഗത്ത് മാലിന്യം നീക്കിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ പക്ഷേ പൂർണ്ണമായും നടപ്പായിട്ടില്ല. ഉമേഷ്, ഇപ്പോൾ ഒരു ഭാഗത്ത് നല്ല തെളിഞ്ഞ വെള്ളം കാണുന്നു, അപ്പുറത്ത് അങ്ങനെയല്ല, ഇപ്പോഴും കൂടിക്കിടക്കുന്നുണ്ട് മാലിന്യം. അത് നീക്കം ചെയ്യാത്തത് എന്താണെന്നാണ് മനസ്സിലാക്കാനാവുന്നത്? ഇത് മാലിന്യം കൃത്യമായി പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എപ്പോഴും ഈ ഇത്തരത്തിൽ ഒഴുകുന്ന തോടുകളുടെ എല്ലാം ഉപരിതലത്തിലായിട്ട് കാണുക. ഉപരിതലത്തിൽ ഒഴുകി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം തടഞ്ഞു നിർത്താൻ സ്ഥാപിച്ചിരുന്ന ഒരു ഫ്ലോട്ടിംഗ് മെഷ് കളക്ടറിൻ്റെ ഒരു തടസ്സമാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രം ചെറിയ മാലിന്യങ്ങളുള്ളത്. അത് ഒരുപക്ഷെ കോർപ്പറേഷൻ ജീവനക്കാർ തന്നെ ഈ എല്ലാ ദിവസവും ഇറങ്ങി ഇവിടെ, അതായത് ഇവിടെ തന്നെ ഇതിലേക്ക് കോർപ്പറേഷൻ്റെ ജീവനക്കാർ ഇറങ്ങുന്ന ഒരു പാതയുണ്ട്. ഇത് ഫ്ലോട്ടിംഗ് ആണ്. ഈ ഫ്ലോട്ടിംഗ് പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ കയറുകൊണ്ട്, അതായത് ഈ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി ഇതിനെ കയറുകൊണ്ട് കെട്ടി തൊട്ടടുത്തുള്ള പോസ്റ്റിൽ ബന്ധിച്ചിരിക്കുകയാണ്. ഇതുവഴി സാധാരണ കോർപ്പറേഷൻ ജീവനക്കാർ, അതായത് മാലിന്യം കളക്ട് ചെയ്യാൻ വരുന്ന ആളുകൾ ഇവിടെ നിന്ന് ഇതിലേക്ക് ഇറങ്ങി ഇത്തരത്തിൽ ചാക്കുകളിലെല്ലാം കെട്ടി ശേഖരിച്ച് വെച്ചിരിക്കുന്ന മാലിന്യങ്ങൾ എല്ലാ ദിവസവും ഇവിടെ നിന്ന് മാറ്റാറാണ് പതിവ്. പക്ഷേ ഇത് കുറച്ച് ദിവസമായി മാറ്റുന്നില്ല. കാരണം ഈ ജോയിയുടെ മൃതദേഹം ഈ ഭാഗത്തുനിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ പലരും ഈ ഭാഗത്തേക്ക് ഇറങ്ങാൻ മടിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഇത്തരത്തിൽ മാലിന്യം
പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ശേഖരിക്കാൻ പോസിറ്റീവ് അർത്ഥത്തോടു കൂടി സ്ഥാപിച്ച ഒരു ഫ്ലോട്ടിംഗ് മെഷ് കളക്ടർ ഇപ്പോൾ ഒരു നെഗറ്റീവ് ബലം ഈ പ്രദേശത്ത് നൽകുന്നു. അത് തന്നെ ഒരു മാലിന്യ കൂമ്പാരത്തിലേക്ക് അല്ലെങ്കിൽ മാലിന്യം അടിഞ്ഞുകൂടാൻ കാരണമാകുന്ന ഒരു തടസ്സ വസ്തുവായി നിൽക്കുന്നു. ഇത് കോർപ്പറേഷൻ അധികാരികളോട് ബന്ധപ്പെട്ടിരുന്നു. കോർപ്പറേഷൻ അധികാരികൾ ആണ് പറഞ്ഞത് ഇതൊരു കോർപ്പറേഷൻ സ്ഥാപിച്ചതല്ല, ഇത് CSR ഫണ്ടിൽ സ്ഥാപിച്ചതാണ്. ഇത്തരത്തിൽ കൃത്യമായി മാലിന്യം മാറ്റാൻ നിർദ്ദേശം നൽകിയിരുന്നു. അത്തരമൊരു തടസ്സമുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ മാലിന്യ കൂമ്പാരത്തിൽ, അതായത് ഈ ഭാഗത്തുള്ള നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്ത് ഒരു തെളിഞ്ഞ വെള്ളമാണ്, ഈ ഭാഗത്ത് പക്ഷേ വലിയ മാലിന്യ കൂമ്പാരമായിരുന്നു. ഇവിടെ നിന്നായിരുന്നു ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെയായിരുന്നു മൃതദേഹം ഒഴുകിയെത്തുകയും ഈ മാലിന്യ കൂമ്പാരത്തിൽ തടസ്സപ്പെട്ട്, അതായത് 3-ാം ദിവസമാണ് ജോയിയുടെ മൃതദേഹം മൂന്നാം ദിവസം രാവിലെയാണ് കണ്ടെത്തുന്നത്. അവിടെ തടഞ്ഞ് നിൽക്കുകയായിരുന്നു. ആ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഒഴുക്ക് തടസ്സപ്പെടുന്ന എല്ലാ മാലിന്യങ്ങളും മാറ്റി. പക്ഷേ മാലിന്യം കളക്ട് ചെയ്യാൻ വെച്ചിരുന്ന ഈ ഒരു പോസിറ്റീവ് അർത്ഥത്തിൽ വെച്ചിരുന്ന ഒരു ഫ്ലോട്ടിംഗ് മെഷ് കളക്ടർ അതാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് തൊട്ടടുത്ത വീട്ടിലുള്ള ഏതായാലും ഇതേ കാഴ്ചയാണോ എല്ലാ ഭാഗത്തും? അങ്ങനെയല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതികരണത്തിലേക്ക് ഒന്ന് പോയ ശേഷം ഉമേഷ് ചോദിച്ചോളൂ. ഈ വീട്, അതായത് ഈ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയതിന് ഏറ്റവും സമീപത്തുള്ള വീടാണ്. ചേട്ടൻ ഇവിടെയല്ലേ മൃതദേഹം കണ്ടെത്തിയത്? അതെ, അവിടെ ഇതിൻ്റെ അന്നുണ്ടായിരുന്ന ഒരു കാര്യവും അന്നൊരു കാഴ്ച വലിയ മാലിന്യ കൂമ്പാരമായിരുന്നു. ഇന്നത്തെ കാഴ്ച എങ്ങനെ കാണുന്നു? ഒന്നും കുഴപ്പമില്ല. അവർ നല്ലോണം ജോലി ചെയ്യുന്നുണ്ട് കോർപ്പറേഷൻകാരെ. ഇവിടെ ഇപ്പോൾ ഇത് മാലിന്യം വരണമെങ്കിൽ അവർ തന്നെ തെങ്ങ് വിട്ട് അവിടെ നിന്ന് അവർ കഴിഞ്ഞ ദിവസങ്ങൾ മുൻപൊക്കെ വലിയ സ്മെല്ലായിരുന്നു. ഇപ്പോൾ സ്മെല്ലിന് മാറ്റമുണ്ട്. ചേച്ചി എന്ത് പറയുന്നു? അങ്ങനെ ഒരു സ്മെല്ലൊക്കെ മാറി. ഈ ഒരു മറ്റേ കോർപ്പറേഷൻ്റെ ആളുകൾ തന്നെ സ്ഥാപിച്ച ഒരു ഫ്ലോട്ടിംഗ് മെഷ് കളക്ടർ ഉണ്ടല്ലോ, അത് അല്ല CSR ഫണ്ടിൻ്റെ ഭാഗമായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എന്തോ എഗ്രിമെൻറ്റ് പ്രകാരമുള്ള അതിനാണത്. അപ്പോൾ അത് പക്ഷേ മാലിന്യം തടസ്സപ്പെടുത്തുന്നുണ്ടല്ലേ? ഇപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെ അവർ ഇരിക്കണോണ്ടേ ഇത് വരുന്ന അവിടെ തന്നെ തട്ടി നിൽക്കുകയും അത് അങ്ങ് ഒഴുകി പോകുന്നില്ല. അതൊരു ചെറിയ പ്രശ്നമുണ്ട്. അത് നമ്മുടെ പയ്യന്മാരോട് വന്നത് ഈ പ്ലാസ്റ്റിക് പറഞ്ഞ അവരാണ് ഇതിൻ്റെ കൈകാര്യം ചെയ്യുന്നത്. കുട്ടിക്കാലമൊക്കെ ഇവിടെ താമസിക്കുന്ന ആളുകളല്ലേ, ഇവിടത്തേക്ക് ജീവിതം ഈ ഒരു അമേരിക്കൻ തോടിൻ്റെ സമീപത്ത് താമസിക്കുന്ന നിലയിൽ ജീവിതം എങ്ങനെയായിരുന്നു? വലിയ ഈച്ചയും കൊതുകൊക്കെ ഇപ്പം അധികം കുഴപ്പമില്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഏതായാലും ഈ ആമയിഴഞ്ചാൻ തോടിന് സമീപത്തുള്ളവർ ഏതായാലും ആശ്വാസത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഉമേഷ്, ആ പ്രതികരണം എടുത്തുകൊള്ളുക. ആമയിഴഞ്ചാൻ തോട്ടിലെ ജോയ് വീട് മരിച്ച റെയിൽവേ സ്റ്റേഷനിലൂടെ പോകുന്ന ടണലിലെ മാലിന്യം പക്ഷേ ഇതുവരെ നീക്കിയിട്ടില്ല. 1 മാസം മുൻപ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗ തീരുമാനപ്രകാരം 3 മാസം കൊണ്ടും പൂർണ്ണമായി മാലിന്യം നീക്കും എന്നായിരുന്നു. പണം കൊടുക്കാൻ പക്ഷേ റെയിൽവേക്ക് കഴിയില്ല എന്നറിയിച്ചതോടെ ഇറിഗേഷൻ വകുപ്പ് 65 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തു. ധനകാര്യ വകുപ്പ് പണം പാസാക്കിയില്ല. ചുരുക്കത്തിൽ ജോയ് വീണു മരിച്ച മാലിന്യത്തോട്ടിലെ 140 മീറ്റർ നീളത്തിലുള്ള ടണൽ അതേപോലെ മാലിന്യം മൂടിക്കിടക്കുകയാണ്. TV പ്രസാദാണ് ഈ സ്ഥലത്തു നിന്നും വിവരങ്ങൾ നൽകുന്നത്. പ്രസാദ്, ഇപ്പോൾ ആമയിഴഞ്ചാൻ തോട്ടിൽ കണ്ട ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ പ്രസാദ് നിൽക്കുന്ന ടണലിൻ്റെ ഭാഗം. ഇവിടെ നിന്നാണല്ലോ ഇവിടെയാണല്ലോ ജോയ് വീണിരുന്നത്. ഈ പ്രദേശത്തെ മാലിന്യം അതേപടി കിടക്കുന്നു. എന്താണ് ഇതിൽ നൽകുന്ന വിശദീകരണം? സ്മൃതി പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ മാലിന്യത്തിന് വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ്. തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ്, ഇതിൻ്റെ തൊട്ടപ്പുറമാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഈ പറയുന്ന ഈ പാലം, ഞാൻ നിൽക്കുന്ന ഈ പാലമാണ് ജോയ് വീണ ഈ ടണൽ ഉൾപ്പെടുന്ന പാലം. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് പോകാം. പിന്നീട് നമുക്ക് അപ്പുറം ഭാഗത്തേക്ക് കടക്കാം. ഈ നെറ്റിൻ്റെ ഒരു തടസ്സം ഉണ്ടാവും, നമ്മൾ അപ്പുറം വന്ന് ഒന്നുകൂടി കാണിക്കാം. ഈ കാണുന്ന ഭാഗം ഈ നെറ്റിൻ്റെ ഇപ്പുറമാണ് കോർപ്പറേഷൻ്റെ ഏരിയ, അതിൻ്റെ അപ്പുറം ഭാഗം റെയിൽവേയുടെ ഏരിയയാണ്. ഇപ്പോൾ ജോയ് മരിച്ച സമയത്ത് ആദ്യത്തെ 1-2 ആഴ്ച നിരന്തരം ശുചീകരണ തൊഴിലാളികൾ വരികയും ഇതൊക്കെ വാരുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴിതാ പഴയതുപോലെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനയൻ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ക്യാമറ പോയാൽ അതാണ് ജോയ് വീണ സ്ഥലം. അവിടെ ക്ലീൻ ചെയ്യുമ്പോഴാണ് ജോയ് വീണത്. അവിടെ ആ ടണൽ കാണാം. ആ ടണലിന് 4.5 മീറ്റർ വീതിയാണ്, 2.47 മീറ്ററാണ് അതിൻ്റെ ഉയരം, 140 മീറ്ററാണ് നീളം. അതായത് 140 മീറ്റർ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തു കൂടിയാണ് ഈ ടണൽ പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ ആ മാലിന്യം പൂർണ്ണമായി അവിടെ തന്നെ ഉണ്ട്. അതായത് ജോയ് മരിച്ചതിന് ശേഷം അതിലെ മാലിന്യം ഒട്ടും നീക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശമാണ് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചത്. അന്ന് കഴിഞ്ഞ മാസം 18-ാം തീയതി മുഖ്യമന്ത്രി
മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ആ യോഗത്തിൽ ഇത് വൃത്തിയാക്കണം, ടണൽ വൃത്തിയാക്കണം എന്ന തീരുമാനമെടുത്തു. അതാദ്യം റെയിൽവേയോട് ആവശ്യപ്പെട്ടു. റെയിൽവേ അതിനുള്ള ഫണ്ട് നൽകാനുള്ള വഴിയില്ല, തങ്ങളല്ല അത് ചെയ്യേണ്ടത്, പക്ഷേ നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ അതിൻ്റെ മറ്റ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ അനുമതി ഒരുക്കി തരാമെന്ന് റെയിൽവേ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എസ്റ്റിമേറ്റ് എടുത്ത് കാര്യങ്ങൾ 3 മാസത്തിനകം പൂർത്തിയാക്കുന്നതിന് വേണ്ടി യോഗം തീരുമാനമെടുത്തു. 65 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കി. പക്ഷേ ഫിനാൻസ് വകുപ്പ് ഇതുവരെയും ആ പണം പാസ്സാക്കിയില്ല. പണം പാസ്സാക്കിയാൽ മാത്രമേ ഈ ടണലിനുള്ളിലെ മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്യാൻ പറ്റൂ. ഇത് പൂർണ്ണമായി നീക്കം ചെയ്താൽ ടണലിന്റെ ഭാഗം എങ്ങനെയായിരുന്നു എന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അന്ന് ഒരു JCBക്ക് പോകാവുന്ന സ്ഥലം വരെ ഉണ്ടാകുന്ന രൂപത്തിൽ ആ ടണലിൽ സ്ഥലമുണ്ടായിരുന്നു. നോക്കൂ, ആ ദൃശ്യങ്ങൾ പഴയ ദൃശ്യങ്ങളാണ്. ഈ ടണലിന്റെ മുൻകാല ദൃശ്യങ്ങൾ ഇപ്പോഴത്തെ ദൃശ്യവും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇത് ഓപ്പറേഷൻ അനന്ത വിപ്ലവകരമായ പ്രവർത്തനമായിരുന്നു. ഓപ്പറേഷൻ അനന്തയ്ക്ക് ശേഷം അവിടുത്തെ മുഴുവൻ മാലിന്യങ്ങൾ നീക്കുകയും അനധികൃത നിർമ്മാണങ്ങൾ ഒഴിവാക്കുകയും ഒക്കെ ചെയ്തിരുന്ന വലിയ ഒരു പദ്ധതിയായിരുന്നു. അത് തുടർന്നിരുന്നെങ്കിൽ ജോയുടെ മരണം സംഭവിക്കുകയില്ലായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഓപ്പറേഷൻ അനന്തയുടെ കാലത്ത് ഈ ടണലിൻ്റെ ഭാഗം നോക്കൂ. ഒരു മാലിന്യവുമില്ലാതെ തെളിഞ്ഞു നീങ്ങുന്ന വെള്ളം. അവിടെ ഇപ്പോൾ ഉള്ള ദൃശ്യവും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. പ്രസാദിലേക്ക് വീണ്ടും. പ്രസാദ്, പഴയ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകർ കാണുകയായിരുന്നു. ഒരു JCBക്ക് പോകാവുന്ന തരത്തിൽ നല്ല വിശാലമായി തന്നെ ഈ ടണലിൻ്റെ ഉൾവശം കാണാം. ഒട്ടും മാലിന്യമില്ല, തെളിഞ്ഞ വെള്ളം. അതായിരുന്നു ഒരു കാലത്ത് ഈ ഭാഗം. വലിയ വർഷവ്യത്യാസം ഉണ്ടായിട്ടില്ല. ഇപ്പോഴവിടെ മാലിന്യം അടിഞ്ഞുകൂടി. ആര് വൃത്തിയാക്കുമെന്നതിൽ തർക്കം. പൈസയില്ല, ചെയ്തു തരാം എന്ന് റെയിൽവേ പറയുന്നു. പൈസ തരാമെന്ന് സർക്കാർ പറയുന്നു. പക്ഷേ കൊടുക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥ. ഇതാണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത്. സ്മൃതി പറഞ്ഞതുപോലെ ഈ ടണൽ ഇങ്ങനെ വൃത്തിയാകും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത്. അതായത് അന്ന് ബിജു പ്രഭാകർ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ആയിരിക്കെയാണ് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ ഇത്തരം ജലാശയങ്ങൾ പൂർണ്ണമായി വൃത്തിയാക്കുന്ന ഒരു പ്രവൃത്തി നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ടണൽ വളരെ വൃത്തിയാക്കിയത്. അന്നൊരു ഹിറ്റാച്ചി യഥേഷ്ടം ഈ 140 മീറ്റർ ഇവിടെ ഈ തമ്പാനൂർ ഭാഗത്ത് നിന്ന് തുടങ്ങി അങ്ങപ്പുറം 5ാമത്തെ പ്ലാറ്റ്ഫോം പുറത്ത് വരെ നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതേപോലെ വീണ്ടും ആക്കി കഴിഞ്ഞാൽ അന്ന് ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം തമ്പാനൂരിൽ വെള്ളക്കെട്ട് വലിയ രീതിയിൽ കുറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അത് വീണ്ടും മൂടുകയാണ്. ഇനിയിപ്പോൾ 65 ലക്ഷം രൂപ ചെലവഴിച്ച് പഴയതുപോലെ ആക്കുമെന്നാണ് പറയുന്നത്. സ്മൃതി, നമുക്കൊന്നുകൂടി ഇപ്പോൾ നമ്മൾ നെറ്റിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. ഇനിയും നമുക്ക് ആ സ്ഥലത്തേക്ക് തന്നെ പോകാം എന്ന് തോന്നുന്നു. മാത്രമല്ല ഇവിടെ 10-42 വർഷമായി ഇവിടെ റെയിൽവേയിൽ പോർട്ടറായി ജോലി ചെയ്യുന്ന ഗോപിയാട്ടൻ നമ്മളോട് ഒപ്പമുണ്ട്. ഗോപിയാട്ടനോട് നമുക്ക് വിശദീകരണം ചോദിക്കാം. ആദ്യം നമുക്ക് പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങൾ വിനയ സൂക്ഷിച്ച് ഈ ദൃശ്യങ്ങൾ കാണിച്ച് ഒന്നിങ്ങോട്ടേക്ക് മടങ്ങി വരാമെന്ന് തോന്നുന്നു. ഇതാണ് സ്മൃതി. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ ഭാഗത്ത് നിന്നാണ് കോർപ്പറേഷൻ്റെ പരിധിയിൽ ആളുകളും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വലിച്ചെറിയുന്ന മാലിന്യം കടന്നു വരുന്നത്. ജോയ് മരിച്ചിട്ട് ഒരു മാസം ആകുന്ന സമയത്തും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം എത്രത്തോളം ഇവിടെ മാലിന്യമുണ്ട് എന്ന്. പുറത്ത് കാണുന്ന മാലിന്യങ്ങൾ നീക്കുന്നു എന്നല്ലാതെ കൃത്യമായ ഒരു ശുചീകരണം നടക്കുന്നില്ല. പിന്നെ നമുക്ക് ആ വെള്ളത്തിലേക്ക് പോകാം. ഈ വെള്ളം ഏതാണ്ട് ഒരാൾ പൊക്കത്തിലുണ്ട്. ഇതിൽ മണൽ അടിഞ്ഞു നിൽക്കുന്നു എന്നാണ് ഇവിടെയുള്ള പരിസരവാസികൾ പറയുന്നത്. ഇവിടെ വർഷങ്ങളായി ജോലി ചെയ്യുന്നവർ പറയുന്നത്. അവരുടെ വിശദീകരണത്തിലേക്ക് നമുക്ക് വരാം. ഇതാണ് ഈ കാണുന്നതാണ് വിനയൻ ഇങ്ങോട്ടേക്ക്. ഈ കാണുന്നതാണ് കോർപ്പറേഷൻ്റെ ഭാഗം അവസാനിക്കുന്ന സ്ഥലം. ഇവിടെ നമുക്ക് കാണാം എത്രത്തോളം മാലിന്യമുണ്ട് എന്നുള്ളത്. ഈ നെറ്റിൻ്റെ മുകളിലേക്ക് പോയാൽ ഈ അളവിലായിരുന്നു നേരത്തെ അവിടെ മാലിന്യം ഉണ്ടായിരുന്നത്. പിന്നീട് ജോയിയുടെ മരണത്തിന് പിന്നാലെ കുറച്ച് ക്ലീൻ ചെയ്യുന്നത് കൂടിയിട്ടുണ്ട്. ജനങ്ങൾ മാലിന്യം വലിച്ചെറിഞ്ഞത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഈ അളവിൽ മാലിന്യം നിൽക്കുകയാണ്. സ്മൃതി, നമുക്കതാ ജോയ് വീണ ഭാഗത്തേക്ക് പോകാം. വിനയ സൂക്ഷിച്ച് ജോയ് വീണ ഭാഗത്തേക്ക് പോയാൽ ആ ടണലിൻ്റെ അടിയിൽ എങ്ങനെയാണോ നമ്മളന്ന് ദൃശ്യങ്ങൾ കൊടുക്കുന്ന സമയത്തുണ്ടായത് അതുപോലെ മാലിന്യം കിടക്കുകയാണ്. കുറച്ചുകൂടി സൂം ചെയ്ത് കാണിക്കാം പിന്നെ. ഇതേ അളവിൽ, അതായത് ഏതാണ്ട് 2.5 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. 2.5 മീറ്റർ ഉയരത്തിൽ ഇപ്പോൾ പുറത്ത് ഏതാണ്ട് 1 മീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 1.5 മീറ്റർ ആഴത്തിൽ ഈ ചെളിയും അതുപോലെ വേസ്റ്റും അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇവിടെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന 1982 മുതൽ ഗോപിയാട്ടൻ ഇവിടെ ഉണ്ട്.
അന്ന് ജോയി വീഴുന്ന സമയത്തും ഗോപിയേട്ടൻ ദൃക്സാക്ഷിയായിരുന്നു. അന്ന് എന്താണ് ഗോപിയേട്ടൻ ഉണ്ടായതെന്ന് പറയാമോ? അന്ന് ഏറ്റവും കൂടുതൽ വെള്ളം ഒന്ന് നിറഞ്ഞു വരികയും ആ വെള്ളത്തിൽ പുള്ളിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ വെള്ളം അയാളെ വലിച്ച് താഴെ കൊണ്ടുപോകാണ് ഉണ്ടായത്. അന്ന് ഏറ്റവും ഈ ചവറ് നീങ്ങാനോ അല്ലെങ്കിൽ മാറാനോ പുള്ളിക്ക് പിടിച്ച് നിൽക്കാനോ ഒരു ഗപ്പ് പോലും ഇല്ലായിരുന്നു. ഇതൊന്നും ഒരു പക്ഷേ താന്നിരുന്നുവെങ്കിൽ അത്രത്തോളം വെള്ളം ഇങ്ങനെ പാഞ്ഞു വരത്തക്ക ഒരു സംവിധാനം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ആളുകളെ നിയന്ത്രിക്കാൻ പരസ്പരം ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ചവറങ്ങ് ജമ്പ് ചെയ്യാം സ്വന്തമായിട്ട്. ജോയി മരിച്ചിട്ട് 1 മാസമായി. 1 മാസം കഴിയുന്ന സമയത്ത് നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ മാലിന്യം ഇങ്ങനെയൊക്കെ കുമിഞ്ഞു കൂടുകയാണ്. ജോയേട്ടൻ കഴിഞ്ഞ 10-40 വർഷമായിട്ട് ഇവിടെ ഉള്ളതാണല്ലോ. ഇത് എത്ര ദിവസമായി ഇപ്പോൾ ഇങ്ങനെ ആവാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോൾ ഒരു 10 ദിവസത്തിനകത്ത് ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ ഇത് കുറച്ച് വാരി അവിടെ ഇട്ടിട്ടുണ്ട്. റെയിൽവേക്കകത്ത് കുറച്ച് വാരിയിട്ട് അതിന് ഈ ഫ്ലക്സ് ഇട്ട് മൂടിയിട്ടിട്ടുണ്ട്. ഈ സാധനം എന്ന് പറയുന്നത് നമ്മളെ ആരാണ്ട് പറയും പോലെ അവരവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കോർപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ശ്രമിച്ചാൽ വൃത്തിയാവുമെന്നതിൻ്റെ തെളിവല്ലേ മുമ്പുണ്ടായത്? തീർച്ചയായിട്ടും. അതായത് അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൻ കളക്ടർ ബഹുമാനപ്പെട്ട ബിജു പ്രഭാകർ സാറ്, അദ്ദേഹമാണ് ഇവിടെ ജില്ലാ കളക്ടറായിട്ട് ഇരുന്നുവെങ്കിൽ അദ്ദേഹം പണ്ട് കൊണ്ടുവന്ന ആ ഒരു ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരൊറ്റ കുട്ടികളും ഒരു രീതിയിലും വൃത്തികേടായിട്ട് അന്നത്തെ നമ്മൾ ഈ TV കാണുന്നുണ്ട്. സുലഭമായ രീതിയിൽ ജലം പോകണുണ്ടായിരുന്നു. ചെറിയ ഹിറ്റാച്ചി അതെ ബോഡി ഇളക്കിയിട്ട് മറ്റേതിങ്ങനെ അടിയിലോട്ട് പോയി മുഴുവനും ക്ലിയർ ആയിട്ട് ഉണ്ടായിട്ട്. പക്ഷെ അദ്ദേഹത്തിന് പോലൊരു ഉദ്യോഗസ്ഥൻ വേണം, എങ്കിൽ മാത്രമേ ഈ നഗരം ശുചീകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഈ ജോയിയുടെ ഒരു മരണം അത് വല്ലാതെ ഒരു സങ്കടം ഉണ്ടായി. അത് എല്ലാവർക്കും നമുക്ക് സങ്കടം തന്നെയാണ്. കാരണം ഈ അഴുക്ക് ചാലിൽ ഇറങ്ങി ഒരാളിങ്ങനെ ഒരു ക്ലീൻ ചെയ്യാൻ നിൽക്കണമെങ്കിൽ തന്നെ അത് അയാളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ്. എന്നിട്ടും ഇതിങ്ങനെ ഒഴുകി വരുന്നു. അശ്രദ്ധയാണെന്ന് പറയാം. നമ്മളിപ്പം തന്നെ ഈ പ്ലാസ്റ്റിക് കവറിനെ കുറിച്ച് ഇപ്പോൾ ബോധവൽക്കരിക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് കവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഉത്ഭവിക്കുന്നിടത്തു നിന്നും നമ്മുടെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ബോർഡറിൽ അതിനെ പിടിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ നഗരവീഥികളിൽ ഇത് കച്ചവടം ചെയ്യാൻ കഴിയില്ല. മീൻ വാങ്ങാൻ ചെല്ലുമ്പോൾ അവിടെ അവരേലും കിടക്കും. ചില കടകളിൽ അടിയിലിരിക്കും. മിക്ക കടകളിൽ ഇവർ കയറി 25,000-15,000 ഫൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കൊണ്ടുവരുന്ന നമ്മുടെ ബോർഡറിൽ, നമ്മുടെ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ബോർഡറിൽ വെച്ച് ഇത് പിടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ. നമ്മൾ സംസാരിച്ചപ്പോൾ ഗോപിയേട്ടൻ ഇതിലുള്ള വേസ്റ്റുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അതല്ല, ഇതിപ്പോൾ നമ്മൾ ആ ബോക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നാട്ടുകാർ എറിയുന്നതല്ല. അതായത് നീല ബോക്സ് അതാണ് ഇത് ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്നത്. അതുപോലെ ബോള്, അതുപോലെ ഈ ഓടയുടെ സൈഡിൽ നിൽക്കുന്ന തെങ്ങിൽ നിന്ന് വീഴുന്നത്. അപ്പോൾ ഈ നെറ്റ് ഇത്രയും പോരാ, ഇത് കവർ ചെയ്യണം. ഇത് എവിടെ നിന്ന് 7 വാർഡിൻ്റെ കവർ ചെയ്ത് ഈ നെറ്റ് ഇങ്ങനെ പൂർണ്ണമായിട്ടും കവർ ചെയ്ത് വിട്ടാൽ ഒരു പരിധി കൂടുതൽ 90% വരെ ചവറ് മേളിൽ നിന്ന് വരാത്ത രീതിയിൽ കാണാൻ കഴിയും. ഇവിടെ രാത്രി കാലങ്ങളിൽ ഇവിടെ നിന്ന് ചവറ് വലിച്ചെറിയും. നമ്മളിപ്പോൾ ഈ ടണലിൻ്റെ ഉള്ളിലുള്ള മാലിന്യത്തിൽ റെയിൽവേനെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല അല്ലേ? കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അതിൻ്റെ യാഥാർത്ഥ്യം എന്നുകൊണ്ട് ഇതിൻ്റെ അടി കൂടെയല്ലേ പോകുന്നത്. ഇപ്പോൾ റെയിൽവേ സ്മൃതി ഈ നെറ്റ് ആ നെറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം. ആ നെറ്റ് അവിടെ വെച്ച നെറ്റ്, അതായത് ഈ കോർപ്പറേഷൻ്റെ അതിർത്തിയും റെയിൽവേയുടെ അതിർത്തിയും തമ്മിൽ വേർതിരിക്കുന്ന ഈ നെറ്റിന് കുറച്ചുകൂടി ആഴം വേണം എന്നുള്ളതാണ് ഇവിടെയുള്ളവർ പറഞ്ഞത് അല്ലേ? തീർച്ചയായിട്ടും 4-5 അടി താഴ്ചയിലെ നെറ്റ് പോയാൽ ഇവിടെ നിന്ന് വരുന്ന ചവർ അതിനകത്ത് പോകാതിരിക്കുള്ളൂ. ആണെങ്കിൽ നിങ്ങൾ ആ മറു സൈഡിൽ പോയി നോക്കിയാൽ കറക്റ്റായിട്ട് അത് കാണാൻ പറ്റും. ഇവിടെ ചവർ ഇങ്ങനെ അടഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ മറു സൈഡ് കാണണമെങ്കിൽ റെയിൽവേക്കകത്ത് കയറി നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത്രത്തോളം താഴ്ന്നാൽ മാത്രമേ ഇവിടെ നിന്നുള്ള ചവറ് പോകാതിരിക്കുള്ളൂ. ഉദ്യോഗസ്ഥന്മാരൊക്കെ ഡെയിലി ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വല്ലപ്പോഴേക്കും ആരെങ്കിലും വരും. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ആരെയും കാണാനില്ല ഇവിടെ. അന്ന് വന്നപ്പോൾ ഒരു കുഴി വീണ്ട് അവിടെ നികത്തണം എന്ന് പറഞ്ഞ് എന്തിനാ. പക്ഷേ ആരെങ്കിലും ഒരാൾ വിഴുന്ന് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒന്നിച്ചുകൂടി അവിടെ ഒരു പേച്ച് വർക്ക് പോലെ എന്തെങ്കിലും ആക്കി വയ്ക്കുക. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്മൃതി, ഇതാണ് ഇതിലൊരു യാഥാർത്ഥ്യം. ഇപ്പോൾ ഗോപി പറഞ്ഞ് നമ്മൾ കേട്ടു. ഗോപിയേട്ടൻ പറഞ്ഞത് ഈ വെച്ച നെറ്റുണ്ടല്ലോ, ഈ കാണുന്ന നെറ്റുണ്ടല്ലോ സ്മൃതി, ഈ നെറ്റിൻ്റെ അപ്പുറമാണ് റെയിൽവേയുടെ ഭാഗം. അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാലിന്യം പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അന്നിവിടെ നെറ്റ് സ്ഥാപിച്ചത്. ഈ നെറ്റ് കുറച്ചുകൂടി ആഴത്തിൽ ചെയ്തിരുന്നുവെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാലിന്യം പോകുന്നത് പൂർണ്ണമായി ഒഴിവാകും എന്നുള്ളതാണ് ഇവിടെ നിന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ടണലിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാം, ടണലിൻ്റെ പുറത്ത് കിടക്കുന്ന ഈ വേസ്റ്റ് അതേതാണ്ട് മുഴുവനും വന്നത് ഇപ്പുറത്ത് നിന്ന് തന്നെയാണ്. കാരണം അവിടെ നിന്ന് വരാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം ആ സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, സൈഡിൽ വലിയ കൂറ്റൻ നെറ്റാണ്. അതായത് പച്ച നിറത്തിൽ നമുക്ക് കാണാം കൂറ്റൻ നെറ്റാണ്. അവിടെ നിന്ന് ആർക്കും അകത്തേക്ക് വലിച്ചെറിയാൻ കഴിയില്ല. അതിനർത്ഥം ഇതിൻ്റെ അടിയിലൂടെ പോകുന്ന വേസ്റ്റ് തന്നെയാണ് അവിടെ ഉള്ളത്. ഒരു പക്ഷേ ഈ നെറ്റ് പൂർണ്ണമായി താഴ്ത്തിയിരുന്നുവെങ്കിൽ
കോർപ്പറേഷൻ വഴി വരുന്ന ഈ വേസ്റ്റ് പൂർണ്ണമായി ഇവിടെ തടഞ്ഞു നിർത്തുകയും ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യുകയും ചെയ്താൽ ഈ ടണൽ പൂർണ്ണമായി വൃത്തിയായി കിടക്കുകയും ചെയ്യും. അതിനുശേഷവും അവിടെ വേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി നമുക്ക് റെയിൽവേയെ കുറ്റപ്പെടുത്താം. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ദൃശ്യങ്ങൾ പ്രസാദ് ഇപ്പോൾ ഏതായാലും ഈ 65 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നു ഇറിഗേഷൻ വകുപ്പ്. പക്ഷേ ശരിയാക്കാൻ 3 മാസം സമയമാണ് തേടുന്നത്. ഈ 3 മാസം എന്ന് പറയുമ്പോഴും ഇപ്പോഴും അവിടെ ഒരു പണിയും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് വീണ്ടും ഈ വിഷയം ഞങ്ങൾ എടുത്തിടുകയാണ്. ജോയ് മരിച്ച് 1 മാസം പിന്നിടുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് ചോദ്യമാണ് വരുന്നത്. ജോയുടെ മരണത്തിന് ശേഷം ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നത് കുറഞ്ഞിട്ടുണ്ട്. മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവർത്തനം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ശക്തമായി നടക്കുന്നുമുണ്ട്. എന്നാൽ മേൽത്തട്ടിൽ മാലിന്യം നീക്കം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും പലയിടത്തും അടിത്തട്ടിൽ മണ്ണിലുറച്ചിരിക്കുന്ന മാലിന്യം ഇതുവരെ മാറ്റിയിട്ടില്ല. തോട്ടിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനുള്ള നടപടിയും തുടരുന്നുണ്ട്. 1 മാസത്തിനിടെ 27 പേരെയാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളാൻ എത്തിയതിനിടെ പിടിച്ചിരിക്കുന്നത്. അതൊരു പോസിറ്റീവായ വാർത്തയാണ്. സുരീഷ അയിലൂറാണ് ഈ ആമയിഴഞ്ചാൻ തോടൊഴുകുന്ന പഴവങ്ങാടി ഭാഗത്തു നിന്നും വിവരങ്ങളുമായുള്ളത്. സുരീഷ, ഇപ്പോൾ ഈ 1 മാസത്തിനിടെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ജാഗ്രതയോടെ പ്രവർത്തിച്ചു തുടങ്ങി എന്നതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ ഉമേഷ് നിൽക്കുന്ന ഭാഗത്ത് തോട് നന്നായി തെളിഞ്ഞൊഴുകുന്നുണ്ട്. അവിടെ അങ്ങനെ മാലിന്യം കാണാനില്ല. പക്ഷേ അങ്ങനെയല്ല ആ ടണൽ നിൽക്കുന്ന ഭാഗത്ത്. അവിടുത്തെ ഗുരുതര സാഹചര്യം പ്രസാദ് കാണിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. സുനിഷയ്ക്കിപ്പോൾ നൽകാവുന്ന വിവരങ്ങൾ എന്താണ്? ഈ ജോയുടെ മരണത്തിന് ശേഷം എത്രത്തോളം നടപടികളുണ്ടായി? പിന്നെയും മാലിന്യം തള്ളാനെത്തുന്നവരുണ്ടായിരുന്നോ? ഇങ്ങനെ രാത്രിയും പുലർച്ചെയും ഒക്കെ മാലിന്യം കൊണ്ട് അവിടെ കൊണ്ട് എറിയുന്നവരുണ്ടായിരുന്നു. അവരെ പിടികൂടിയതിൻ്റെ കണക്കുകളും വരുന്നു. നല്ല രൂപത്തിൽ തന്നെ നടപടി ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നമുക്കറിയാനാകുന്നത്? തീർച്ചയായിട്ടും സ്മൃതി, അങ്ങനെ തന്നെ വേണം. ഒരുപക്ഷേ കോർപ്പറേഷനുള്ള അതേ ഉത്തരവാദിത്വം തലസ്ഥാനത്ത് വസിക്കുന്നവർക്കുമുണ്ട് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ ഉള്ളത് പഴവങ്ങാടി ഭാഗത്താണ്. ഇപ്പോൾ ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ കഴിയും, ഒരൊറ്റ നോട്ടത്തിൽ ഈ തോട് നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് എന്നതാണ്. ഒരുപക്ഷെ നമ്മൾ നേരത്തെ ഈ തൊട്ടടുത്ത ഈ കടയിലുള്ളവരോടൊക്കെ തന്നെയും ചോദിച്ചപ്പോൾ ഇന്ന് രാവിലെയും ഈ നഗരസഭയിലെ ഈ ശുചീകരണ തൊഴിലാളികൾ രാവിലെയും ഇത്തരത്തിൽ ക്ലീനിങ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഈ ഉപരിതലത്തിലുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ മാറ്റുന്ന പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരുന്നു എന്നതാണ്. പക്ഷേ സ്മൃതി, പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉപരിതലത്തിൽ കാണുന്ന അല്ലെങ്കിൽ മേൽത്തട്ടിൽ കാണുന്ന ഈ മാലിന്യങ്ങളൊക്കെ തന്നെയും നീക്കം ചെയ്യുന്നുണ്ട് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് എന്ന് പറയുമ്പോൾ പോലും അടിത്തട്ടിൽ മണ്ണിൽ കുമിഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറുന്നു എന്നതാണ്. ഒരു പക്ഷേ ജോയി ഈ ആമയഞ്ചാൻ തോട്ടിലേക്ക് വീണപ്പോഴും ഈ സ്കൂബ ടീം അടക്കം വന്നപ്പോൾ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം 6 അടിയോളം വെള്ളത്തിൽ അത് 3 അടിയോളം മാലിന്യങ്ങളാണ്. അതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നതാണ്. ഒരു പക്ഷേ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇതൊക്കെ തന്നെയും ഇവിടെ പൂർണ്ണമായും തുടക്കം മുതൽ തന്നെ ഇതിൽ പൂണ്ട് കിടക്കുന്ന മാലിന്യങ്ങളായിട്ടുള്ളവയാണ്. അതായത് കൃത്യമായി കാണുന്നത് ഈ ചാക്ക് പോലുള്ള തുണികൾ പോലുള്ള ഡയപ്പർ അത്തരത്തിലുള്ള മാലിന്യങ്ങളാണ് ഇതുപോലെ കുമിഞ്ഞു കൂടിയിരിക്കുന്നത് എന്നതാണ്. ഈ മണ്ണിനടിയിൽ തന്നെ ആയതുകൊണ്ട് പൂർണ്ണമായും ഇത് വൃത്തിയാക്കപ്പെടുന്നില്ല എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ തുടക്കത്തിൽ ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്നത് പഴവങ്ങാടിയിൽ നിന്ന് ഈ തകരപ്പറമ്പിലേക്ക് പോകുന്ന ഈ തോടിൻ്റെ ഭാഗമാണ്. അതിലെ പലയിടത്തും പ്രത്യക്ഷത്തിൽ ഈ ഉപരിതലത്തിലുള്ള മാലിന്യങ്ങളൊക്കെ തന്നെയും മാറ്റിയിട്ടുണ്ടെങ്കിലും ഈ അടിത്തട്ടിലുള്ള മാലിന്യങ്ങൾ ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വെയിലടിച്ചതുകൊണ്ട് കൃത്യമായി തന്നെ അടിത്തട്ടിലുള്ള മാലിന്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഗുളികയുടെ സ്ട്രിപ്പുകൾ അടക്കം പോലും ഈ മാലിന്യ കുമ്പാരത്തിൽ ഉണ്ട് എന്നതാണ്. അടിത്തട്ടിലെ മാലിന്യത്തിൽ പെട്ടിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സ്മൃതി, അതിനിടയിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള പരിശോധനകൾ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നത് ശരിയാണ്. കാരണം അതിനുശേഷം ഈ രാത്രികാല സ്ക്വാഡുകളുടെ പ്രവർത്തനങ്ങൾ പോലും ശക്തമാക്കിയിരുന്നു. മാലിന്യം ആരെങ്കിലും തള്ളുന്നുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ശക്തമായി തുടരുകയും ചെയ്തിരുന്നു. ഈ ജോയുടെ മരണത്തിന് പിന്നാലെ തന്നെ ഈ ആമയഞ്ചൻ തോട്ടിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് 27 പേരെയാണ്. അതായത് ജോയ് മരിച്ച് 1 മാസം പിന്നിടുമ്പോൾ 27 പേരെ ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നതിനിടയിൽ പിടികൂടിയിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ കാണിക്കുന്നത്. ഒപ്പം ഈ മാലിന്യക്കയത്തിൽ ജോയിയെ കാണാതായതിന് തൊട്ടടുത്ത ദിവസം മാത്രം 9 പേരെയാണ് പിടികൂടിയിട്ടുള്ളത് എന്നും. അതായത് മാലിന്യങ്ങൾ തള്ളരുതെന്ന് പറയുമ്പോൾ പോലും കൃത്യമായി ഇവരിൽ നിന്ന് ഫൈൻ ഈടാക്കുകയാണോ ചെയ്തിട്ടുള്ളത്? ഈ 27 പേർ, ജോയുടെ മരണത്തിന് ശേഷവും പാഠം പഠിക്കാത്ത 27 പേർ. തീർച്ചയായും സ്മൃതി, അവരിൽ നിന്നും ഫൈൻ ഈടാക്കി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ 19ഓളം വാഹനങ്ങളെ ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നിലവിൽ ഇതേ രീതിയിൽ തന്നെ പരിശോധനകൾ തുടരുന്നുണ്ട്. അന്ന് ജോയ് മരിച്ച സമയത്ത് തന്നെ അന്നൊരു വ്യാപക പരിശോധന നടക്കുന്ന ഘട്ടത്തിൽ ആളുകൾ തന്നെ അവിടുത്തെ
പ്രദേശവാസികൾ, അവിടെ താമസിക്കുന്നവർ പറയുന്നത് ഹോട്ടലുകളിൽ നിന്നാണ് ഈ രൂപത്തിൽ വലിയ തോതിൽ മാലിന്യം ചാക്ക് കണക്കിന് കൊണ്ട് തള്ളുന്നത്. ഹോട്ടലുകളാണ് ഉത്തരവാദികൾ എന്നാണ്. ഇപ്പോൾ ഈ ഫൈൻ ഈടാക്കപ്പെട്ട 15 പേരിൽ എത്ര പേരുണ്ട് ഈ ഹോട്ടൽ ഉടമകൾ? അതിൻ്റെ സൂചനകളുണ്ടോ? സ്മൃതി, ഈ ജോയ് മരിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. ഒരുപക്ഷെ ഈ പല ഹോട്ടലുകൾ ഒപ്പം തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തന്നെയും ഇതേ രീതിയിൽ ഒരുപക്ഷെ ഈ സീവേജ് വേസ്റ്റ് അടക്കം ഈ തൊട്ടിലേക്ക് കടത്തിവിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പിന്നാലെ തന്നെ വലിയ രീതിയിൽ തന്നെ ഫൈൻ അടപ്പിക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. ഇത് സ്മൃതി 27 പേർ എന്നത് ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ നിർത്തി മാലിന്യം ഈ തോട്ടിലേക്ക് നിക്ഷേപിക്കുന്നവർ എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരിൽ നിന്നാണ് ഈ ഫൈൻ ഈടാക്കുകയും ചെയ്തിരുന്നത്. ഈ പറഞ്ഞതുപോലെ നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ ഈ ഫെൻസിങ്, ഈ മതിലുകളൊന്നും ഇല്ലാത്തയിടത്ത് കൃത്യമായി വാഹനങ്ങൾ ഒരു ഓരത്ത് നിർത്തിയിട്ടാൽ ശേഷം ഈ തോട്ടിലേക്ക് കളയാനുള്ള സാധ്യതകൾ എളുപ്പമാണ്. പക്ഷേ ഒരുപക്ഷെ ഇവിടെ ഒരു പോസിറ്റീവായി കാണാൻ കഴിയുന്നത് പഴവങ്ങാടി ഭാഗത്ത് ഈ ഫെൻസിങ് മതിൽ കൃത്യമായി തന്നെ ഈ ഫെൻസിങ് വേലികൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതായാലും വാഹനങ്ങൾ പാർക്ക് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് ഈ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കെ വേസ്റ്റ് ഈ എറിയാൻ കഴിയുന്നൊരു സാഹചര്യം ഏതായാലും നിലവിൽ ഈ ഭാഗങ്ങളിൽ ഇല്ല എന്നതാണ്. പക്ഷേ എല്ലായിടത്തും ഇതല്ല സ്ഥിതി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഈ ആമയിഴഞ്ചാൻ തോട് പോകുന്ന പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഫെൻസിങ് വേലികൾ ഘടിപ്പിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഒരാൾപ്പൊക്കത്തിൽ എറിയാൻ കഴിയുന്ന രീതിയിലുള്ളതാണ് എന്നത് ഈ മാലിന്യങ്ങൾ എറിയാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം MP രാജേഷിൻ്റെ നേതൃത്വത്തിൽ, മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ചേർന്നിരുന്നു. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഈ CCTV ദൃശ്യങ്ങളടക്കം ഈ ക്യാമറകൾ സ്ഥാപിക്കുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നതാണ്. 14ഓളം ഫേസ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നത് മന്ത്രി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ സ്മൃതി, ഇവിടെ തന്നെ ദൃശ്യങ്ങളിൽ കാണാം ഈ പഴവങ്ങാടി ഭാഗത്തും ഇതാ ഒരു ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. ഇത്തരത്തിൽ ചിലയിടങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. അത്തരത്തിൽ 34ഓളം ക്യാമറകൾ പലയിടത്തായി ഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ 14ഓളം ക്യാമറകൾ നിലവിൽ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നൊരു പോസിറ്റീവായ കാര്യം കൂടി ലഭിക്കുന്നുണ്ട്. കാര്യം ഓരോ നഗരവാസിയും ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ ഓർമ്മിക്കേണ്ട കാര്യമാണ്. ഏതായാലും നഷ്ടം ജോയുടെ കുടുംബത്തിനാണ്. മാരായമുട്ടം സ്വദേശി ജോയ് ആമയിഴഞ്ചാൻ തോട്ടിൽ മുങ്ങി മരിച്ചിട്ട് 1 മാസം പിന്നിടുകയാണ്. ജോയുടെ ഓർമ്മയിലാണ് കുടുംബം. സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ ധനസഹായം ലഭിച്ചുവെങ്കിലും കുടുംബത്തിൻ്റെ അത്താണിയെയാണ് ജോയുടെ അമ്മയ്ക്ക് നഷ്ടമായത്. വീട് പുതുക്കി പണിയുമെന്നും വീട്ടിലേക്ക് വഴി സൗകര്യമൊരുക്കുമെന്നും മേയർ ആര്യ രാജേന്ദ്രൻ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അതിനുള്ള പ്രാരംഭ നടപടികൾ പോലും ഉണ്ടായിട്ടില്ല. ജോയുടെ അമ്മ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. അമ്മയ്ക്ക് കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ ജോയ് പോയിട്ട് 1 മാസം പിന്നിടുകയാണ്. നേരത്തെ അമ്മ തന്നെ പ്രതികരിച്ചതൊക്കെ ഓർമ്മയുണ്ട്. ജീവിക്കാൻ വേണ്ടി എന്ത് ജോലി കിട്ടിയാലും അപ്പോൾ ആ ജോലിക്ക് പോകുന്നു, അന്നന്ന് അമ്മയ്ക്ക് ഒരു തുക നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. ഇപ്പോൾ 1 മാസം മകൻ പോയി 1 മാസം കഴിയുമ്പോൾ സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? അമ്മയ്ക്കിപ്പോൾ എന്താണ് സർക്കാരിനോട് പറയാനുള്ളത്? ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. പറഞ്ഞോളൂ. ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഈ വീട് വേണ്ട, താഴോട്ട് വീട് വെച്ച് തരാമെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. താഴോട്ട് വസ്തു അന്വേഷിക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്നും ആയിട്ടില്ല ഇതുവരെയും. അവിടെ താഴോട്ട് പിന്നെ മല കയറണ്ട, താഴോട്ട് എവിടെയെങ്കിലും വീട് വെച്ച് തരാമെന്നാണ് അവർ പറഞ്ഞത്. അത് പറഞ്ഞിട്ട് ഇപ്പോൾ എത്ര നാളായി? പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോഴേ പറഞ്ഞതാണ് ഇവിടെ വസ്തു താഴെ അന്വേഷിച്ചിട്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ശേഷം ഒരു അനക്കവും കണ്ടില്ല, ആരൊന്നും പറയുന്നില്ല. പിന്നെ വസ്തു കണ്ടെത്തി വെച്ചു എന്ന് മാത്രമാണ് മുമ്പർ പറഞ്ഞത്. മേയർ പിന്നെ ബന്ധപ്പെട്ടിരുന്നോ? മേയർ സംസാരിച്ചിരുന്നോ? ഇല്ല, പിന്നീട് ആരും ഒന്നും സംസാരിച്ചില്ല. അങ്ങനെ ആരും വന്നിട്ടില്ല. ഇതിപ്പോൾ കുറേ ദിവസം, അതായത് ജോയ് മരിച്ച ആ സമയത്താണോ ഈ ഉറപ്പ് കിട്ടിയത്? ഇല്ല, ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പർ പറഞ്ഞു കണ്ടെത്തി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. ആരാണ് വിളിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? സ്ഥലം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു എൻ്റെ കൂടെ. ആരാണ് വിളിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? മുമ്പറാണ് വിളിച്ചത്. നമ്മളെ വാർഡ് മുമ്പറാണ് പറഞ്ഞത്.
വേറെ ആര് വിളിച്ചെന്ന് ഞാൻ അറിഞ്ഞില്ല. പ്രസിഡന്റിനെ കൊണ്ട് കാണിച്ചെന്നുള്ളത് അറിഞ്ഞു ഞാൻ. ഇപ്പോൾ ഒരു വേറെ ഒന്നും അറിഞ്ഞൂടാ. അതെ, ഇപ്പോൾ ഒരു 10 ലക്ഷം അടിയന്തര സഹായമായി സർക്കാർ നൽകിയിട്ടുണ്ടല്ലോ, അത് തന്നു കഴിഞ്ഞല്ലോ. അമ്മയുടെ ജീവിതം എങ്ങനെ പോകുന്നു? തന്നു കഴിഞ്ഞു. പിന്നെ ഒരു കണക്കിലങ്ങ് പോകുന്നുണ്ട്. എന്ത് പറഞ്ഞാൽ നമുക്ക് തന്നെ ഇത് കിട്ടിയിട്ടും ഒരു ഇതല്ല. നമുക്ക് എന്നും ജോലിക്ക് പോയിട്ട് വരുമ്പോഴെല്ലാം കൊണ്ട് തരുന്നത് അവനാണ്. എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരും. ഇതൊന്നും വലുതായിട്ട് ഞാൻ കരുതുന്നില്ല. പിന്നെ നഷ്ടമെല്ലാം എനിക്ക് തന്നെയാണ്. അമ്മയും മോനും കൂടി ആയിരുന്നില്ലേ താമസം? അപ്പോൾ മകൻ പോയി, അമ്മ ഒറ്റയ്ക്കായി. സഹോദരങ്ങൾ വരാറുണ്ടോ? അതെ. ഞാൻ മലയിൽ വീടായതുകൊണ്ട് ഞാൻ മൂത്ത മകൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോഴുള്ളത്. വഴിയില്ലാത്ത കാരണം അങ്ങ് കയറിയില്ല. ഇനിയും വീട് വെച്ചതിന് ശേഷം എങ്ങോട്ടെങ്കിലും പോകാമെന്നുള്ള ഒരു ഇതാണ് ഇരിപ്പ്. മലയിൽ അങ്ങ് വീട്ടിലെത്താൻ പറ്റുന്നില്ല. ആ വീടിൻ്റെ അവസ്ഥയൊന്ന് പറയാമോ അമ്മയ്ക്ക്? ഈ ജോയും അമ്മയും കൂടെ താമസിച്ച ആ ബുദ്ധിമുട്ടുള്ള ആ ജീവിതം, ആ വീടിൻ്റെ അവസ്ഥയൊന്ന് പറയാമോ? അവൻ ജോലിക്ക് പോകും. രാവിലെ അഴിച്ച് ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വരുമ്പോഴെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും. താഴെ പള്ളി നടയിൽ വരുമ്പോഴേ വിളിച്ചുകൊണ്ട് വരും. എപ്പോഴായാലും ഒരു പൊതി കൊണ്ടുവരും അവൻ. എന്തെങ്കിലും കഴിക്കാനുള്ളതായാലും പച്ചയ്ക്കായാലും കൊണ്ടുവരും. അത് വെച്ചാണ് ഞാനും അവനും കഴിഞ്ഞുകൊണ്ട് വന്നത്. ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ ആക്രി പറക്കിയെങ്കിലും അവൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കും. ഇപ്പോഴതൊന്നുമില്ല. ഓരോ ദിവസവും കഴിയാനും അത്രയ്ക്കൊരിതാണ്. മഴ പെയ്യുമ്പോഴൊക്കെ ആ വീടിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഞാൻ എന്ത് പറയാൻ. മഴ പെയ്യുമ്പോൾ ആ വീടാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേടിച്ച് കിടന്ന് ഉറങ്ങും. മഴ പറഞ്ഞോളൂ അമ്മ, പറഞ്ഞോളൂ. മഴ പെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും വീട് ഞാൻ താഴോട്ട് മറിയും എന്നുള്ള ഒരു പേടിയിലാണ്. ഉറക്കം പോലും വരാത്ത വിധത്തിലാണ് ഞാൻ ജനലിൽ കൂടി പുറത്ത് നോക്കും. എപ്പോഴാണ് ഇടിഞ്ഞു വീഴും എന്ന അവസ്ഥയിലാണ് ഇപ്പോഴെൻ്റെ വീടുള്ളത്. എത്ര മുറിയുണ്ട്? അപ്പോഴവൻ പറഞ്ഞു നമുക്ക് താഴോട്ട് എവിടെയെങ്കിലും ഒരു റൂമേ ഉള്ളൂ. അതിനെ ശകലം മറച്ച് 2 റൂമാക്കി അടുക്കളയും ഒരു മുറിയിൽ അവൻ കിടക്കും, അടുക്കളയിൽ ഞാൻ കിടക്കും. സാധാ ഒരു മുറിക്കുള്ള വീട് തന്നെ ഉള്ളത് അവിടെ. മുകളിൽ ഷീറ്റ് വിരിച്ചിരിക്കുകയാണല്ലേ? അത് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. എന്നാൽ അത് എൻ്റെ സ്ഥലമല്ല, മൂത്ത മോളെ സ്ഥലമാണ്. അവിടെയാണ് ഒരു കുഞ്ഞു റൂം വെച്ച് കിടക്കുന്നത്. അവിടെ കിടക്കാൻ പറഞ്ഞതുകൊണ്ട് അവിടെ വെച്ച് കിടക്കണം. ഇനി അവിടെ അവൾക്കുള്ളതായതുകൊണ്ട് അവിടെ വീട് വയ്ക്കാൻ താല്പര്യമില്ല. താഴോട്ട് എവിടെയെങ്കിലും വസ്തുവിൽ വീട് വയ്ക്കണം എന്നുള്ളതാണ് ആഗ്രഹിച്ചാണ് വസ്തു അന്വേഷിച്ചത് അവർ. അവിടെ എത്ര വർഷമായിരുന്നു അവിടെ താമസിക്കുന്നത്? അവിടെ താമസിച്ചിട്ട് 15 വർഷം വരും. ഇതുവരെ അവളൊന്നും വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ആയുഷ്കാലം വരെ അവിടെ കിടക്കാം. പക്ഷേ വഴിയില്ല. താഴെ ഉള്ളത് ഇടിഞ്ഞ് പൊങ്ങി കിടക്കണോണ്ട് ഇടിഞ്ഞ് എപ്പോഴും വീഴുമെന്ന് പറയാൻ പറ്റാത്ത വിധത്തിലാണ് ഇരിപ്പ്. അമ്മയ്ക്കിപ്പോൾ ഈ സർക്കാരിൻ്റെ സഹായമല്ലാതെ വേറെന്തെങ്കിലും സഹായം ഈ വാർത്ത കണ്ട്, അല്ലെങ്കിൽ ജോയ് എങ്ങനെ ജോയുടെ ജീവൻ പോയി എന്നുള്ളതൊക്കെ ഈ കേരളം മുഴുവൻ കാണുകയാണല്ലോ, അതല്ലാതെയുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ? 2 പേര് 1 ലക്ഷം രൂപ തന്ന്. പിന്നെ അപ്പോഴത്തെ ആവശ്യത്തിന് 1-2 പേര് ചില്ലറയ്ക്ക് അല്പം തന്നതേ ഉള്ളൂ. വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ഈ ജോയ്ക്കൊപ്പം ജോലി ചെയ്തിരുന്നവരൊക്കെ വരാറുണ്ടോ? അമ്മയെ കാണാൻ വരാറുണ്ടോ? ഇല്ല, അവരാരെയും കാണാൻ പോലും ഇല്ല. എന്താണ് അമ്മയ്ക്ക് ഈ ഘട്ടത്തിൽ? ഏതായാലും ഒരാഴ്ച മുമ്പ് പറഞ്ഞല്ലോ സ്ഥലം നോക്കി വച്ചിരിക്കുന്നു, അതിൻ്റെ നടപടികളാകുന്നു. അപ്പോൾ നമുക്കത് നടക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങളടക്കമുള്ളവരുണ്ടല്ലോ ഈ വാർത്ത കൃത്യമായി നൽകുന്നു. ജോയുടെ മരണശേഷം അവിടുത്തെ ഓടകളുടെ അവസ്ഥ, മാലിന്യം എടുക്കുന്നതിൻ്റെ അവസ്ഥ, ഇതൊക്കെ നമ്മളിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ മാറ്റം പല കാര്യങ്ങളിലുമുണ്ട്. സർക്കാർ നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ വീടും നിങ്ങളുടെ ജീവിതം കൂടി ഒന്ന് ശരിയാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വീട് ആകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്താണ് ഇപ്പോൾ ഈ സമയത്ത് സർക്കാരിനോട് പറയാനുള്ളത് ജോയുടെ അമ്മയ്ക്ക്? എനിക്കിനി സമയം നീട്ടാതെ ഒരു വീട് വെച്ച് കിട്ടിയാൽ കൊള്ളാം. പിന്നെ
കിട്ടിയത് വെച്ച് കുറച്ചൊക്കെ ചിലവഴിച്ചു. ഇതുവരേക്കും വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി കയ്യിലുണ്ട്, അത്രയേ ഉള്ളൂ പറയാം. പിന്നീടുള്ള ഭാവി പിന്നീട് അങ്ങോട്ട് നീങ്ങുമ്പോൾ എങ്ങനെയാണ് കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പറയാൻ പറ്റുന്നില്ല. ശരി അമ്മേ, വീണ്ടും വീട് കിട്ടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സർക്കാർ എന്തായാലും ഇതൊക്കെ കാണുന്നുമുണ്ട്. ഒരാഴ്ച മുമ്പ് ഈ സ്ഥലം കണ്ടെത്തിയെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത നടപടികളിലേക്ക് വേഗം തന്നെ കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായി നടപടികൾ എന്നുള്ള കാര്യം ഞങ്ങളും അന്വേഷിക്കാം. നന്ദി അമ്മ, ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിക്കാൻ എത്തിയതിന്. വീണ്ടും പ്രസാദിലേക്ക് പോവുകയാണ്. പ്രസാദ്, ഇപ്പോൾ മാലിന്യം ഒട്ടും നീക്കാത്ത ടണലിൻ്റെ ഭാഗത്താണ് പ്രസാദ് ഉള്ളത്. അവിടെ നീക്കാൻ ആര് നീക്കുമെന്നുള്ളതിലെ തർക്കമായിരുന്നു അത് റെയിൽവേയുടെ ഭാഗമെന്നുള്ള വിഷയമാണല്ലോ ആദ്യം തന്നെ ഉയർന്നത്. പക്ഷേ ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തല്ല ഈ മാലിന്യം വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരിക്കുകയാണ്. ഇവിടം വൃത്തിയാക്കാൻ ഇനിയിപ്പോൾ വേണ്ട 65 ലക്ഷം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഒരു കണക്കടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് നീങ്ങാത്തത് എന്തുകൊണ്ടാണ്? ആ പണം പാസ്സായിട്ടില്ല എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കുന്നത്? സ്മൃതി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അതായത് അന്ന് ജോയി മരിച്ച സമയത്ത് ഉണ്ടായിരുന്ന ചർച്ചയും കാര്യങ്ങളും അവസാനിച്ചതോടുകൂടി അത് സാധാരണ നടപടി പോലെ മുങ്ങിപ്പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. കാരണം കഴിഞ്ഞ മാസം 18-ാം തീയതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ യോഗം ചേരുന്നു. ആ യോഗത്തിൽ അടിയന്തരമായി എടുക്കേണ്ട നടപടികളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്, അടിയന്തരമായി. പക്ഷേ അങ്ങനെ ഒരു അടിയന്തര സ്വഭാവത്തിലേക്ക് ഈ തീരുമാനങ്ങളൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇതിപ്പോൾ ഈ റെയിൽവേയുടെ ഭാഗം തുടങ്ങുന്ന ആ സ്ഥലമാണ്, അതായത് തമ്പാനൂരിൽ നിന്ന് വരുന്ന പാലത്തിൻ്റെ അടി. ഞാൻ വാർത്ത തുടങ്ങുന്ന സമയത്ത് ആദ്യം നിന്ന പാലത്തിൻ്റെ അടിഭാഗമാണ്. ആ അടിഭാഗത്ത് നിന്ന് കാണുന്ന ദൃശ്യങ്ങളാണിത്. ഇത്രയേറെ മാലിന്യം ഇവിടെ തന്നെ കൂടി നിൽക്കുകയാണ്. അതായത് ഇത്രയേറെ ക്യാമറകൾ ഉണ്ടായിട്ടും ഈ ജോയിയുടെ വിഷയം ഏതാണ്ട് 4-5 ദിവസം തുടർച്ചയായി മാധ്യമങ്ങളും സമൂഹവും എല്ലാം ചർച്ച ചെയ്തിട്ടും ഇവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യമാണിത്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് പോയാൽ, ഇതാണ് നേരത്തെ ഇവിടെയുള്ള ഗോപിയേട്ടനും അതുപോലെ മറ്റ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ പറഞ്ഞത്, വലിയ ആഴമുള്ളൊരു തോടാണ്. ആ തോടിൻ്റെ ഏതാണ്ട് മുകൾ ഭാഗം വരെ മാലിന്യവും ചെളിയും അടിഞ്ഞു നിൽക്കുകയാണ്. ഇത് മാറ്റുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ഉമേഷും സുനിഷയും നിൽക്കുന്ന ഭാഗം നോക്കിയാൽ വെള്ളത്തിൻ്റെ മേൽഭാഗം പൂർണ്ണമായി ക്ലീനാണ്, ശുചീകരണ തൊഴിലാളികൾ എടുത്തു മാറ്റുന്നുണ്ട്. പക്ഷേ സ്മൃതി, ഇതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. അതായത് ആമയിഴഞ്ചാൻ തോടിനെ പൂർണ്ണമായി ശുചീകരിക്കുക എന്ന നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങളാണിത്. 1 മാസം കഴിഞ്ഞു, ഇനിയിപ്പോൾ ജോയിയെ ആളുകൾ മറക്കും, ഈ വാർത്ത ഇല്ലാതാവും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഇത് പഴയപടിയിലേക്ക് തിരിച്ചു പോകും എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത്. ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. 1 മാസമാകുമ്പോൾ കാണുന്ന ദൃശ്യമാണിത്. ഇത്രയേറെ മാലിന്യം ഇവിടെ കൂടി. അതുപോലെ തന്നെ ഈ തോട് വരുന്ന ഓരോ ഭാഗത്തും നമുക്ക് വെയിലുള്ളതുകൊണ്ട് കുറച്ചും കൂടി കൃത്യമായി കാണാമെന്ന് തോന്നുന്നു. ഇതിൻ്റെ മോൾ ഭാഗം വരെ ഈ മാലിന്യം നിറഞ്ഞിട്ടുണ്ട്. ആളുകളുടെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ കാണാം. അതുപോലെ പ്ലാസ്റ്റിക് ചാക്കുകളും മറ്റ് വീട്ടിൽ ഉപയോഗിക്കുന്ന തുണികളും മറ്റുമെല്ലാം കാണാം. വലിയ അളവിൽ മാലിന്യം ഇപ്പോഴും തളം കെട്ടി നിൽക്കുകയാണ് ഇവിടെ. അതായത് ആളുകൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വൃത്തിയായി എന്ന് പറയുന്ന രീതിയിലേക്ക് മാത്രമല്ല ആമയിഴഞ്ചാൻ്റെ ശുചീകരണ പ്രവർത്തനം മാറേണ്ടത്. ഇത് പൂർണ്ണമായി വൃത്തിയാക്കിയാൽ സ്മൃതി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് തന്നെ വലിയ പരിഹാരമുണ്ടാകുന്നതാണ്. നേരത്തെ വലിയ കയ്യേറ്റങ്ങളും മറ്റും ഇടിച്ച് നിരത്തിക്കൊണ്ടാണ് ബിജു പ്രഭാകറിൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ അനന്ത മുന്നോട്ട് പോയത്. അതിനിടയിൽ അതിന് തടസ്സം വന്നു, അതേതാണ്ട് പൂർണ്ണമായി നിലച്ചു. അന്ന് ഈ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടായി, ഒപ്പം മാലിന്യവും പൂർണ്ണമായി നീങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടുന്ന് ഇങ്ങോട്ടേക്ക് പിന്നീട് ഒന്നും സംഭവിച്ചില്ല, അതേപോലെ മാലിന്യമായി. ഇനിയിപ്പോൾ ഈ 65 ലക്ഷം രൂപ എന്ന് പാസ്സാകുമെന്ന് നോക്കി നിൽക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നില്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാവരുടെയും മനസ്സിൽ നിന്ന് തന്നെ മാഞ്ഞു പോയേനെ. ഈ 1 മാസത്തിനിപ്പുറം ഇവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര സ്വഭാവമുള്ള യോഗത്തിൻ്റെ പ്രാധാന്യമെല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണ് കാര്യങ്ങൾ. 1 മാസത്തിനിപ്പുറം 65 ലക്ഷം രൂപ പാസ്സായില്ല. അത് പാസ്സായി കഴിഞ്ഞാൽ ഈ ടണലിനകത്തെ മാലിന്യം പൂർണ്ണമായി നീക്കാൻ കഴിയും എന്നുള്ളതാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സർക്കാരിനും കോർപ്പറേഷനും എല്ലാം കൊടുത്ത ഉറപ്പ്. ആ ഉറപ്പ് ഇനിയിപ്പോൾ പാലിക്കണമെങ്കിൽ ഈ 65 ലക്ഷം രൂപ പാസ്സായി ഇതിൻ്റെ അടിഭാഗം പൂർണ്ണമായി മാറ്റേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്മൃതി, അത് നമുക്ക് ഒന്നും കൂടി കാണിക്കാമെന്ന് തോന്നുന്നു. ഈ കാണുന്ന നെറ്റാണ്
കോർപ്പറേഷൻ്റെ അതിർത്തിയും റെയിൽവേയുടെ അതിർത്തിയും തമ്മിൽ വേർതിരിക്കുന്ന ഈ ഒരു നെറ്റുള്ളത്. ഈ നെറ്റ് ഇവിടെ സ്ഥാപിക്കാൻ കാരണം കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന മാലിന്യം ഈ ടണലിൻ്റെ അടിയിലേക്ക് വരരുത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇത് പൂർണ്ണമായി താഴ്ത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ടണലിൽ ഇത്രയേറെ മാലിന്യങ്ങൾ അടിഞ്ഞു നിൽക്കാനുള്ള ഒരു കാരണം. ഇത് പൂർണ്ണമായി താഴ്ത്തി നിർമ്മിച്ചിരുന്നുവെങ്കിൽ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ഇവിടെ പൂർണ്ണമായി തങ്ങി നിൽക്കുകയും റെയിൽവേയുടെ ഈ ടണലിൻ്റെ ഭാഗം കൃത്യമായി വൃത്തിയായി കിടക്കുമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ റെയിൽവേ ഇപ്പോഴും വിശദീകരിക്കുന്നത് അവരുടെ മാലിന്യമൊന്നും ഈ ടണലിനടിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ടണലിൻ്റെ അടിയിലെ ദൃശ്യങ്ങളിലേക്ക് ഒന്നും കൂടി പോയാൽ ഇപ്പോഴും നിറഞ്ഞു കിടക്കുന്നു, ഒരു മാറ്റവും ഉണ്ടായില്ല. അന്ന് ജോയിയും കൂടെ ഉണ്ടായിരുന്ന 2 സഹപ്രവർത്തകരും നീക്കിയ മാലിന്യം, അന്ന് ജോയിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള തെരച്ചിലിനിടെ നീക്കിയ മാലിന്യമല്ലാതെ വേറെ ഒന്നും മാറിയിട്ടുമില്ല. പുതിയ മാലിന്യങ്ങൾ അവിടേക്ക് കയറി വരികയും ചെയ്യുകയാണ്. ഈ പറഞ്ഞതുപോലെ 65 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ടു, അതൊന്നും പാസ്സാകാത്ത നിലയിൽ അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ഫയൽ ഇനിയിപ്പോൾ പൂണ്ടുപോകുമോ എന്നതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആമയിഴഞ്ചാൻ തോട് പൂർണ്ണമായി വൃത്തിയാക്കിയാൽ മാലിന്യ പ്രശ്നം മാത്രമല്ല പരിഹരിക്കുക, അതിനൊപ്പം ഈ മാലിന്യം കയറി ഒഴുകുന്ന എല്ലാ വെള്ളക്കെട്ടുകളും ഒരു പരിധിവരെ ഈ ഭാഗത്ത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നേരത്തെ നമ്മൾ 10 വർഷം മുമ്പുള്ള ദൃശ്യങ്ങൾ കാണിച്ചു. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കൃത്യമായി വെള്ളം ഒഴുകാൻ പറ്റുന്ന പാകത്തിന് ഇതാക്കിയിട്ടുണ്ട്. അന്ന് വെള്ളം ഒഴുകിപ്പോയിട്ടുമുണ്ട്. പക്ഷെ വീണ്ടും അതുപോലെ ആക്കിയെങ്കിൽ മാത്രമേ ഈ വെള്ളം സുഗമമായി ആമയിഴഞ്ചാൻ തോട് വഴി ഒഴുകിപ്പോവുകയും മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനൊപ്പം വെള്ളക്കെട്ടിനൊരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. പക്ഷേ അന്ന് ഓപ്പറേഷൻ അനന്ത നിലച്ചു. പക്ഷേ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി എവിടെയൊക്കെ വൃത്തിയാക്കിയോ അത് പിന്നീട് വൃത്തിയാക്കാനുള്ള ഒരു തുടർ പ്രവർത്തനം പോലും ഉണ്ടായില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ശരി, സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ഈ ഭാഗം ഒന്നുകൂടി ഞങ്ങൾ വെക്കുകയാണ്. ഇവിടെ ഒരു മാറ്റവുമില്ല, ടണലിൻ്റെ ഭാഗത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇവിടെ ജനം കാണുകയാണ്. സർക്കാർ അടിയന്തരമായി നടപടിയെടുക്കേണ്ട വിഷയമാണ്. അടിയന്തര നടപടികളിലേക്ക് പോകും എന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായിട്ടും അടിയന്തര സ്വഭാവം ഇവിടത്തെ വൃത്തിയാക്കലിനില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അഷിൻ ഡിയാഗോയിലേക്ക് കൂടി. അഷിൻ ഡിയാഗോ, ഇപ്പോൾ ജോയിയുടെ അമ്മ മെൽഹിയോട് നമ്മൾ സംസാരിച്ചു. ഒരു വീട് എന്നുള്ളതാണ് അവരുടെ ഇനിയുള്ള ആവശ്യം. ആ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയതാണ്. മലയ്ക്ക് മുകളിൽ ഇനി വേണ്ട, മറ്റൊരു സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു എന്ന ഉറപ്പ് ഒരാഴ്ച മുമ്പ് നൽകിയെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് എന്താണ്? നേരത്തെ ആ ഒരു ഉറപ്പ് നൽകിയത് കോർപ്പറേഷനാണെന്ന് പറയുന്നു. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, നേരത്തെ ജോയിയുടെ അമ്മ പറഞ്ഞതുപോലെ ഇതാണ് ഇവരുടെ ഈ വീട്, ഇപ്പോൾ താൽക്കാലികമായി താമസിക്കുന്ന ഇവരുടെ വീടിൻ്റെ അവസ്ഥയാണിത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വലിയ രീതിയിൽ അവിടെ നിന്നും മണ്ണിടിഞ്ഞ് താഴേക്ക് വന്ന് വീണ് ഈ ഉരുളൻ കല്ലുകളെല്ലാം ഈ വീട്ടിലിടിച്ച് തട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിന് നേരെ മോൾ വശത്താണ് നേരത്തെ ജോയിയും അമ്മയും താമസിച്ചിരുന്ന ആ ഒരു ചെറിയ വീട്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഷീറ്റിട്ട ആ ഒരു ചെറിയ വീട്ടിലാണ് ജോയിയും കുടുംബവും അമ്മയും താമസിച്ചിരുന്നത്. പക്ഷേ ഇവർക്ക് ഉള്ള ഈ ഒരു വഴി, ഈ അപകടം ഉണ്ടാകുന്നതിൻ്റെ ഏതാനും 2 ആഴ്ച മുൻപ് നടന്ന ആ ഒരു വലിയ മഴയിൽ ഈ വഴി ഇടിഞ്ഞ് താഴേക്ക് വീഴുകയും ഈ പാറക്കല്ലുകൾ അടക്കം താഴേക്ക് പതിക്കുകയും പിന്നീട് ഇവർക്ക് മേളിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്നാണ് ഇവർ ഈ തൊട്ട് താഴെ തന്നെയുള്ള സഹോദരൻ്റെ വീട്ടിലേക്ക് താമസം മാറുന്നതും. നേരത്തെ അമ്മയോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വഴി ഇവർക്ക് ആദ്യം മുതലേ വലിയൊരു പ്രശ്നമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ വഴിയുടെ മേൽഭാഗത്ത് നിന്നും ഈ അമ്മ താഴേക്ക് വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്നു മുതൽ തന്നെ ഈ വീടിൻ്റെ ഈ ഒരു വഴി സൗകര്യം എന്നുള്ള ആവശ്യം ഇവർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നതും ജോയി ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മുങ്ങി മരിക്കുന്നതും. പക്ഷേ പിന്നീട് മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ, വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഇവിടെ സ്ഥലത്തെത്തി ഇവരുടെ അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ഇവർക്ക് ഒരു വഴി സൗകര്യവും അതുപോലെ തന്നെ ഒരു വീടും വെച്ച് നൽകാം എന്ന് പറഞ്ഞിരുന്നു. ഒരു തൊഴിൽ, വീട്ടിലെ ഒരാൾക്ക് തൊഴിൽ നൽകാമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന വാക്കുകളല്ലാതെ പിന്നീട് ഇത് മുന്നോട്ടെങ്ങും പോയില്ല എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. കാരണം ആദ്യം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭിച്ച 10 ലക്ഷം രൂപ മാത്രമാണ് ഇവർക്ക് ലഭിച്ചത്. പക്ഷേ പിന്നീട് സഹായം നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ആക്ഷേപവും ഇവർക്കുണ്ട്. കാരണം ഇത്രയും ശോചനീയാവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ദുരവസ്ഥയിലാണ് ഇവർ കഴിയുന്നത്. എന്നിട്ടും ഇനി ഒരു മഴ പെയ്യുകയാണെങ്കിൽ ആ ബാക്കി, അവിടെ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ കണ്ട ബാക്കി മണൽ കൂടി ആ പാറക്കഷ്ണങ്ങൾ കൂടി ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് ജോയുടെ സഹോദരനാണ്. സഹോദരൻ്റെ വീടാണിത്. ഇവിടെയാണ് ഇപ്പോൾ താൽക്കാലികമായി അമ്മയും സഹോദരനും താമസിക്കുന്നത്. ഈ ഒരു അപകടം നിറഞ്ഞ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ചേട്ടാ, ഇപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് വീടുള്ളത്. എങ്ങനെയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ? പേടിയാണ് മഴ സമയത്ത്.
പേടിയാണ്. ഇവിടെ ആരും ഒന്ന് സഹായിക്കാമെന്ന് ആദ്യഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞിരുന്നു, പക്ഷെ പിന്നീട് ഒന്നും ഉണ്ടായില്ല. മേളുടെ ഭാഗം മൊത്തം ഫുള്ള് മലയാണ്. അപ്പോൾ അത് വലിയൊരു പേടിയാണ്, മഴ സമയത്ത് പേടി. അപ്പോൾ അമ്മയും ചേട്ടനും മാത്രമാണല്ലോ, എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എനിക്കുള്ള സ്ഥലം ഞാൻ ജോയിയുടെ ചേട്ടനാണ്, എനിക്കുള്ള സ്ഥലം മോന് കൊടുത്തു. പിന്നെ നമ്മൾ മോൻ്റെ വീട്ടിൽ അമ്മയും ഞാനും ഇവിടെ തന്നെ. ഇപ്പോൾ നിലവിൽ നേരത്തെ ജോയി ആണല്ലോ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ? ഇപ്പം ജോയി പോയതിന് ശേഷം എങ്ങനെയാണ് വീട്ടിലെ അവസ്ഥകളൊക്കെ എങ്ങനെയാണ്? ചേട്ടൻ വേറെ കുടുംബമൊക്കെ ഉണ്ട് അവസ്ഥയാണ്. പിന്നെ ഇപ്പം അങ്ങനെ ചെറിയ ചില്ലറ അങ്ങനെ കിട്ടിയതുകൊണ്ട് അതും അങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. വേറെ ആളുകൾ ആരെങ്കിലും സഹായിക്കാനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നിരുന്നു? സഹായിക്കാമെന്ന് എല്ലാവരും വന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ ഒന്നിനും ആരെയും കാണാനില്ല. അപ്പോൾ ഈ പറഞ്ഞിട്ട് പോയാൽ മാത്രമേ ഉള്ളൂ, പിന്നെ അത് കഴിഞ്ഞ് ഒന്നും ഇല്ല. പിന്നെ അവർ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരിക്ക്, അതായത് ജോയിയുടെ സഹോദരിക്ക് കൊടുത്ത സ്ഥലത്തിലാണ് അവിടെ ഒരു 2 റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് അവർ അമ്മയും അനിയനുമായിട്ട് അവിടെ താമസിച്ചിരുന്നത്. ഇപ്പം വഴിയില്ല, ഒന്നുമില്ല. അപ്പം വീടൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞു, സ്ഥലം മാറ്റി വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷേ അത് പിന്നെ ഒന്നും, ഇത് മുമ്പർ പറഞ്ഞു സ്ഥലം നോക്കിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, വീടും വെച്ച് തരാം, അതിനുള്ള സെറ്റപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ മറ്റുള്ള ആൾക്കാർ ഒരു ഇതുമില്ല, പിന്നെ ആരെയും കാണാനുമില്ല. ഒരു വീട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. പിന്നെ ഇത് വീട് മാത്രം, സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കാമെന്ന് അമ്മയ്ക്ക്, അതായത് വഴി സൗകര്യം കണക്കാക്കി സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കുക എന്നുള്ള ഒരിത്. പിന്നെ ഒരു ജോലി അർഹതപ്പെട്ടവർക്ക് ഒരു ജോലിയും കൂടെ ചെയ്യാം എന്നുള്ളത് എല്ലാവരും അതിലേക്ക് വേണ്ടി മുൻകരുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെ ഒന്നും നടപ്പിലായില്ല. അതാണ് ഇതാണ് ഇവരുടെ അവസ്ഥ. എല്ലാം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ ഈ സ്ഥലത്തെത്തി അമ്മയെ കണ്ട് നേരിട്ട് പറഞ്ഞതാണ് ഇത്തരത്തിൽ വീട് വെക്കാനുള്ള സഹായങ്ങൾ, അതുപോലെ തന്നെ ഈ വഴി നേരത്തെ കാണിച്ച വഴിക്കുള്ള സൗകര്യം ഒക്കെ ഒരുക്കി നൽകാമെന്നുള്ളത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ കാണുന്ന ആ ഭാഗത്താണ് ജോയിയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തിയിട്ടുള്ളത്. അവിടേക്ക് ഈ അമ്മയ്ക്കൊന്ന് കയറിപ്പോയി തൻ്റെ മകനെ കാണാൻ, ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മകനെ കാണാനുള്ള സൗകര്യം പോലുമില്ല. കാരണം ഇതുവഴി മഴ പെയ്ത് കഴിഞ്ഞാൽ ചളിയാണ്. ചളി പിന്നീട് അങ്ങോട്ട് കയറി ചെല്ലാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. ആ ഒരു ചെറിയ സ്ഥലത്താണ് ജോയിയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തിയിട്ടുള്ളതും. അവിടേക്കും ഇതേ അവസ്ഥ തന്നെയാണ്. അതായത് ചുരുക്കത്തിൽ തൻ്റെ മകനെ നേരത്തെ ഇത്തരത്തിൽ നഷ്ടപ്പെട്ട തൻ്റെ മകനെ എപ്പോഴെങ്കിലും അടുത്ത് പോയി ഒന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ആ ഒരു മകൻ ഉറങ്ങുന്ന മണ്ണിൽ പോയി അമ്മയ്ക്കൊന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ അവിടെ ചെന്ന് അല്പനേരം ഇരിക്കണമെങ്കിൽ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഇടയിൽ ഈ വഴിയിലൂടെ വേണം, ഈ പാറക്കട്ടകൾക്കും ഈ ചെളിക്കും ഇടയിലൂടെ വേണം, അപകടകരമായി നിൽക്കുന്ന ഈ ഒരു വഴിയിലൂടെ വേണം അമ്മയ്ക്ക് മുകളിലേക്ക് കയറിപ്പോയി അവിടെ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി പോകാൻ. പക്ഷേ അവിടെയും ഇത്തരത്തിൽ പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. രാവിലെ നമ്മൾ വന്നപ്പോൾ തന്നെ അമ്മ പള്ളിയിലായിരുന്നു. പള്ളിയിൽ നിന്നുമാണ് അമ്മ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയതും. മകന് വേണ്ടി ഇപ്പോഴുമുള്ള ആ ഒരു പ്രാർത്ഥനയിൽ തന്നെയാണ് അമ്മയുള്ളത്. കാരണം മരണം സംഭവിച്ച 1 മാസം പിന്നിട്ടെങ്കിലും വീട്ടിലെ ഒരു അത്താണിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. മകൻ ഇപ്പോഴും തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ അമ്മയ്ക്കുണ്ട്. കാരണം വീട്ടിലെ ഒരു അത്താണി, 5 മക്കളിൽ ഏറ്റവും ഇളയവൻ, അവനെ ബാക്കിയുള്ളവർ മറന്നെങ്കിലും ഈ ഒരു സംഭവത്തിന് ശേഷം 4 മക്കളിൽ ഏറ്റവും ഇളയവൻ, അതിൽ ബാക്കിയുള്ളവരൊക്കെ ജോയിയുടെ കാര്യം മറന്നെങ്കിലും ഈ അമ്മയ്ക്ക് മറക്കാൻ കഴിയില്ല. കാരണം അന്യൻ്റെ ആ ഒരു മാലിന്യം നീക്കം ചെയ്ത് 1500 രൂപയ്ക്ക് വേണ്ടി ജോലിക്ക് പോയൊരു മകനാണ്. വൈകുന്നേരം 5 മണിക്കുള്ളിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയ മകനാണ്. പക്ഷേ പിന്നീട് കാണാതാകുന്നു. 46 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ആമേടിഞ്ഞ ജോയിയുടെ അമ്മയുടെ ദുരിത ജീവിതം എന്തായാലും പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മൂത്ത മകനൊപ്പമാണ് അമ്മ ഇപ്പോൾ താൽക്കാലികമായി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വീട്, ജോയും അമ്മയും താമസിക്കുന്ന വീട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒറ്റമുറി സംവിധാനം. അത് എത്രത്തോളം ശോചനീയമാണ്, എത്രത്തോളം ദയനീയമാണ് എന്നുള്ളത് ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർ കണ്ടതാണ്. സർക്കാർ സഹായം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരാഴ്ച മുൻപാണ് സർക്കാരിൽ നിന്നും കോൾ വന്നത്. ഒരു വീടിനുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു, നടപടികൾ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആ ഉറപ്പിന് എത്രത്തോളം വേഗം വയ്ക്കുന്നു എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. ഇനി തലസ്ഥാനത്തെ സാഹചര്യത്തിൽ നമുക്ക് കേരളത്തിലെ മറ്റ് മേഖലകളിലേക്കും കടക്കേണ്ടതുണ്ട്. കാരണം മാലിന്യം എല്ലായിടത്തെയും വലിയ വിഷയം തന്നെയാണ്. കൊച്ചിയിലെ സ്ഥിതിയും അതീവ ഗുരുതരം തന്നെയാണ്. ഒരു മഴ പെയ്താൽ സാഹചര്യം മുഴുവൻ മാറുന്ന അവസ്ഥ. ഇവിടെ എങ്ങനെയാണ് മാലിന്യ നീക്കം നടക്കുന്നത്? ജോയുടെ മരണത്തിൽ നിന്നൊരു പാഠം കേരളം ആകെ പഠിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം കൊച്ചിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അറിയാം. കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ സ്ഥിതി വളരെ കഷ്ടമാണ്. എവിടെ നോക്കിയാലും മാലിന്യമാണ്. ഒരു മഴ വന്നാൽ പകർച്ചവ്യാധി പടരും. കടമ്പ്രയാറും മുല്ലശ്ശേരി കനാലും ബാക്ടീരിയയുടെ താവളമായി മാറിയിരിക്കുന്നു. പെരിയാറിൽ ചത്തുപൊങ്ങുന്ന മത്സ്യങ്ങളുടെ എണ്ണം അനുദിനം കൂടുകയാണ്. മാലിന്യത്തിൽ നീന്തിയുള്ള കൊച്ചിയുടെ പോക്ക് എവിടേക്കാണ്?
തലസ്ഥാനത്ത് ആമയിഴഞ്ചാനാണെങ്കിൽ കൊച്ചിയിൽ അത് മുല്ലശ്ശേരി കനാലാണ് അപകടം പതിയിരിക്കുന്ന സ്ഥലം. മാലിന്യം നീക്കം ചെയ്യാൻ പലതവണ കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിട്ടും റെയിൽവേ തയ്യാറായിട്ടില്ല. റെയിൽവേ പാളത്തിനടിയിലൂടെ പോകുന്ന മുല്ലശ്ശേരി കനാൽ ഇപ്പോൾ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നു. ഇവിടെ നിന്നുള്ള വിവരങ്ങളുമായി ഉള്ളത് അലി അക്ബറാണ്. ആദ്യം ആ റിപ്പോർട്ട് കണ്ട ശേഷം അലി അക്ബർ ഷായി. കൊച്ചി നഗരത്തിലെ മരണക്കെണിയായി മാറിയിരിക്കുകയാണ് മുല്ലശ്ശേരി കനാൽ. നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും പല വഴികളിലൂടെ ഒഴുകിയെത്തുന്നത് ഇവിടേക്കാണ്. ഒരു മഴ നിന്നു പെയ്താൽ ഈ മലിനജലം ഒഴുകിക്കയറുന്നത് സമീപത്തെ വീടുകളിലേക്കും. നഗരത്തിലെ മാലിന്യം മുഴുവൻ കെട്ടിക്കിടക്കുന്നത് റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള പാലത്തിനടിയിൽ. തൊട്ടടുത്ത് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡും സൗത്ത് റെയിൽവേ സ്റ്റേഷനും. ദുർഗന്ധം മൂലം യാത്രക്കാർക്ക് ഇതുവഴി നടക്കാനാവില്ല. ഒഴുക്ക് വലുതായിട്ടുണ്ടായില്ലെങ്കിലും ചിലപ്പോൾ ഈ ട്രാക്കിൻ്റെ ഈ റെയിൽപാളിൻ്റെ അരികത്തോടെ ഒരാൾ കാല് വഴി അതിലേക്ക് വീണ അവിടെ വെച്ച് ഓൺ ദി സ്പോട്ടിൽ തന്നെ അപകടം സംഭവിക്കാം. ഈ കരിയോയിൽ വന്ന് കിടക്കുന്നതാണ്. അതിൽ എത്ര പിള്ളേരാണ് ആ വഴി കൂടി വന്നിട്ട് വഴുതി വീണ് പോയേക്കുന്നത്. കനാലിൽ നിന്ന് കോരിയ മാലിന്യം യാത്രക്കാർ നടക്കുന്ന വഴിയിൽ തള്ളിയിട്ട് 1 മാസം പിന്നിടുന്നു. കോർപ്പറേഷൻ ഇനിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. യാത്രക്കാർ നടക്കുന്ന വഴിയിൽ കരിയോയിലിൽ തെന്നി വീണതും നിരവധി പേർ. മഴ പെയ്താൽ രാസമാലിന്യം ഉൾപ്പെടെ കലർന്ന മലിനജലം ഒഴുകിയെത്തുന്നത് സമീപത്തെ വീടുകളിലേക്ക്. ഈ ഭാഗത്തുള്ള വീടുകളിലേക്ക് ഇത് തന്നെയാണ് കയറുന്നത്. അപ്പുറത്തെ അവിടത്തേക്കായാലും എല്ലാം. കൊച്ചിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടത്തുന്ന മുല്ലശ്ശേരി കനാൽ റോഡ് നവീകരണത്തോടൊപ്പം പൂർത്തിയാകേണ്ടതാണ് റെയിൽവേ കനാലിന്റെ ശുചീകരണവും. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയിലൂടെ മുല്ലശ്ശേരി കനാൽ നവീകരണം നടക്കുന്നുണ്ടെങ്കിലും റെയിൽവേയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ല. ഈ ദുരിതക്കാഴ്ചയിൽ നിന്ന് മുല്ലശ്ശേരി കനാലിന് മോചനം വേണം. ഇനിയും ജോയിമാർ ആവർത്തിക്കാതിരിക്കാൻ അധികാരികളുടെ അടിയന്തര ശ്രദ്ധ വിഷയത്തിൽ പതിയേണ്ടതുണ്ട്. മാലിന്യ കൂമ്പാരമായി മാറിയ കേരളത്തിന്റെ മെട്രോ നഗരത്തിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ഒരു റിപ്പോർട്ട് കൂടി കണ്ട ശേഷം പ്രതിനിധികളിലേക്ക് പോകാം. ശുചിമുറി മാലിന്യത്താൽ ശ്വാസം മുട്ടുകയാണ് കൊച്ചിയിലെ കടമ്പ്രയാറും. കടമ്പ്രയാറിലെ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഞെട്ടിക്കുന്നതാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തുടർന്ന് സർക്കാരിനോട് ദേശീയ ഹരിത ട്രൈബ്യൂണൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണിപ്പോൾ. കടമ്പ്രയാറിലെ 100 മില്ലിഗ്രാം വെള്ളത്തിൽ 11,363 MPN കോളിഫോം ബാക്ടീരിയ ഉണ്ടെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ടെത്തൽ. അതായത് കടമ്പ്രയാറിലെ വെള്ളത്തിൽ കലർന്നിട്ടുള്ള വിസർജ്യത്തിന്റെ ഞെട്ടിക്കുന്ന അളവാണിത്. കോളിഫോം ബാക്ടീരിയ കുളിക്കാനുള്ള വെള്ളത്തിൽ 500 MPN കൂടരുത് എന്നുണ്ട്. കുടിക്കുന്ന വെള്ളത്തിലാകട്ടെ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമേ ഉണ്ടാകരുത്. എന്നിരിക്കെയാണ് കടമ്പ്രയാറിൽ കോളിഫോം ബാക്ടീരിയയുടെ അതിഗുരുതരമായ സാന്നിധ്യം. ഇവിടുത്തെ വെള്ളത്തിലേക്ക് നമ്മളൊന്ന് കൈയിട്ട് കഴിഞ്ഞാൽ കൈയെടുത്തു കഴിഞ്ഞാൽ കൈ കറുത്തിരിക്കുകയാണ്. അവിടങ്ങളിലുള്ള ഒരുപാട് പേർക്കൊക്കെ സ്കിൻ ഡിസീസസ് ഉണ്ടാവുന്നുണ്ട്. കെമിക്കൽസും അതുപോലെ തന്നെ സീവേജ് വേസ്റ്റും ഒക്കെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ നേരെ കടമ്പ്രയാർക്കാണ് കൊടുത്തിരിക്കുന്നത്. കടമ്പ്രയാറിന്റെ കൈവഴികളിലേക്കെല്ലാം നിയന്ത്രണമില്ലാതെ സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഒഴുക്കുന്നു. ദുർഗന്ധം രാവിലെ തന്നെ ഉണ്ടാവും. ഇവിടെ ഭയങ്കര ദുർഗന്ധമാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളിവിടെ 6 മണിക്ക് ഓടാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന പ്രശ്നങ്ങൾ കാണും. രാവിലെ തൊട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ മാലിന്യങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഈ അടുത്ത് ഇവിടെ ക്ലീൻ ചെയ്തത് ഇത് 6 കിലോമീറ്റർ അങ്ങോട്ട് കടമ്പ്രയാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അഷ്ടം വരെ 6 കിലോമീറ്റർ പോകും. ഈ ഫ്ലാറ്റുകളിലെ മാലിന്യങ്ങളാണ് വന്നത് രാവിലെ. പറയാൻ പറ്റും അറപ്പാവുന്ന രീതിയിൽ കച്ചറകളാണ് വന്നത്. കക്കൂസ് മാലിന്യങ്ങൾ തന്നെയാണ് രാവിലെ വന്നാൽ കാണാം. ഇതിൻ്റെ കളർ ഇപ്പോൾ കാണുന്നത് ഈ പച്ച കളറല്ല. രാവിലെ ആകുമ്പോൾ മഞ്ഞ കളറിങ് വന്നു. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇടുന്നുണ്ട്. കക്കൂസ മാലിന്യം കൊണ്ടുവന്നിടുന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അറവുശാലകളിലെ മാലിന്യവും മറ്റ് ജൈവ മാലിന്യവും ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ദ്രാവക രൂപത്തിലുള്ള മാലിന്യവും പുഴയെ വിഷമയമാക്കുന്നു. സമീപത്തെ വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യവും കടമ്പ്രയാറിനെ തിന്നു തീർക്കുന്നു. അറവു മാലിന്യവും സെപ്റ്റിക് മാലിന്യവും നിക്ഷേപിക്കാനുള്ള ഇടമായി കടമ്പ്രയാറിന്റെ കൈവഴികൾ മാറുമ്പോൾ ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സാണ് മാലിന്യവാഹിനിയാകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.
മുല്ലശ്ശേരി കനാലിൽ നിന്നുള്ള വിവരങ്ങളുമായി അലി അക്ബർ ഷായും കടമ്പ്രയാറിലെ വിവരങ്ങളുമായി ലിബി സജീന്ദ്രനും ചേരുകയാണ്. ആദ്യം അലി അക്ബർ ഷായിലേക്ക്. അലി, ഇപ്പോൾ ആമയിഴഞ്ചാൻ തോട്ടിലെ ടണലിൻ്റെ ഭാഗത്ത് അതേ ദൃശ്യങ്ങളാണിപ്പോൾ മുല്ലശ്ശേരി കനാലിന് സമീപവും കാണാനാകുന്നത്. റെയിൽവേ ലൈനിന് താഴേക്ക് വന്നടിയുന്ന മാലിന്യ കൂമ്പാരമാണ് അവിടെ കാണുന്നത്. ഇവിടെ മാലിന്യ നീക്കം നടക്കാറേയില്ലേ? എന്താണ് മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, അതീവ ദയനീയാവസ്ഥയിലാണ് കൊച്ചിയിലെ മുല്ലശ്ശേരി കനാൽ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു മരണക്കെണിയാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം. ഒരു വശത്ത് ഈ മുല്ലശ്ശേരി കനാലിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മാലിന്യം അടിഞ്ഞു കൂടിയിരിക്കുന്നതിന്റെ ഒരു വശത്ത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ്, തൊട്ടടുത്ത് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡാണ്, മറുവശത്ത് കമ്മട്ടിപ്പാടം ഉൾപ്പെടെയുള്ള കൊച്ചിയിലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലകളാണ്. ഇവിടങ്ങളിലേക്കെല്ലാമാണ് ഈ മലിനജലം ഒഴുകിയെത്തുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇവിടെ മുൻപ് മറ്റു പല നിലയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. നാട്ടുകാരുടെയും മറ്റു പല നിലയിലുള്ള ഇടപെടൽ കൊണ്ട് അതെല്ലാം നശിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ ഭാഗത്ത് മുൻപ് റെയിൽവേ ഒരു ഗ്രില്ല് സ്ഥാപിച്ചിരുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ ദൂരെ നിന്നും ഒഴുകിയെത്തുന്ന, നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യം ഈ ഗ്രില്ലിൽ തട്ടി ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഫിഷിംഗ് നെറ്റ് ഉപയോഗിച്ച് ആ മാലിന്യം എളുപ്പത്തിൽ കോരി വൃത്തിയാക്കാനും കഴിയുമായിരുന്നു. സമാനമായ നിലയിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മാലിന്യത്തിന്റെ മറുവശത്തും ഒരു ഗ്രില്ലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ രണ്ട് ഗ്രില്ലുകളും ഇതിനകത്തില്ല. ഇത് രണ്ടും മാറ്റി മറ്റൊരു വശത്ത് വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ സംഭവിച്ചതാണ് ഈ കാണുന്ന കൊച്ചി നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യവും ജൈവമാലിന്യവും രാസമാലിന്യവും ഉൾപ്പെടെ മുല്ലശ്ശേരി കനാലിലൂടെ ഒഴുകി വന്ന് റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള ഈ പാലത്തിനടിയിൽ ഇത്രയും ഗുരുതരാവസ്ഥയിൽ തങ്ങിക്കിടക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും നിലയിലുള്ള ഇടപെടൽ നടത്താൻ ഇതുവരെയും കോർപ്പറേഷൻ ഉൾപ്പെടെ ആർക്കും സാധിച്ചിട്ടില്ല. ഇവിടെ വലിയ നിലയിൽ നാട്ടുകാർ ദുരിതം അനുഭവിക്കുന്നുണ്ട്. കാരണം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകുന്ന ആളുകൾ, ഇവരെല്ലാം ഈ മാരകമായ ദുർഗന്ധം അനുഭവിച്ചു വേണം ഈ സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ എത്താൻ. നമ്മളോടൊപ്പം ഇപ്പോൾ ഡിവിഷൻ കൗൺസിലർ പത്മജ ചേരുന്നുണ്ട്. എന്തെങ്കിലും നിലയിലുള്ള ഇടപെടൽ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഈ സമീപകാലത്ത് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ കൊടുക്കുന്ന പരാതികൾ സ്വീകരിച്ച് ഫയലിൽ വയ്ക്കുക എന്നുള്ളൊരു കർമ്മം അവർ ചെയ്യുന്നുണ്ട്, കീറിക്കളയുന്നില്ല. ആ ഒരു ഇടപെടൽ മാത്രമേ നടന്നിട്ടുള്ളൂ. പക്ഷേ ഞാൻ നിങ്ങളുടെ പല പരിപാടികളും കാണുന്നുണ്ട്. തിരുവനന്തപുരത്ത് കാണുന്ന ഏറ്റവും സങ്കടകരമായ കാര്യമൊക്കെ കാണുന്നുണ്ട്. എന്തുകൊണ്ട് അവരങ്ങനെ കോർപ്പറേഷൻ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഹരിബാബു എന്ന് പറഞ്ഞ് സദേൺ ഇന്ത്യയുടെ ഡിവിഷണൽ എഞ്ചിനീയറെ നേരിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ രണ്ടാമത്തെ ദിവസം അദ്ദേഹം ഇവിടെ എത്തി. ഇതും ഒരു കൾവെട്ടാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിന്റെ അടിയിലേക്ക്. അദ്ദേഹം തന്നെ ഇവിടെ വന്ന് നിന്ന് 2 ദിവസത്തിനുള്ളിൽ അതിന്റെ അടിവശം മുഴുവൻ കോരി വൃത്തിയാക്കി ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ നെറ്റ് ഇവിടെ ഇട്ടു. അതായത് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി ഇടപെട്ടു. അദ്ദേഹം വന്നു, ചെന്നൈയിലെ ബേസുള്ള അദ്ദേഹം 2 ദിവസത്തിനുള്ളിൽ എന്റെ പരാതി കിട്ടിക്കഴിഞ്ഞ് 2 ദിവസം, കാരണം കോർപ്പറേഷൻ പറഞ്ഞിട്ട് ഒന്നും നടക്കുക 25 കൊല്ലമായി ക്ലീൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അവരെ അറിയിച്ച് 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ഇവിടുത്തെ ഗസ്റ്റ് ഹൌസിൽ താമസിച്ച് ഇവിടെ നെറ്റിട്ടു. അപ്പൊ അങ്ങോട്ടേക്ക് അഴുക്കുകൾക്ക് പോകാൻ പറ്റില്ല. വെള്ളം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ആണ് കൊച്ചി കോർപ്പറേഷൻ പ്രധാനമായും ഉയർത്തി കാണിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന്. അത് ഇവിടെ നടക്കുന്നില്ലേ? എന്ത് ബ്രേക്ക് ത്രൂ മോനെ? ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയറെ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു. വലിയ 4-5 അടി വീതിയുള്ള കാനകൾ വലിയ വീടുകളുടെ ഉള്ളിൽ പോയി അവസാനിക്കുകയാണ്. അവർ അങ്ങോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 1 കൊല്ലം മുമ്പ് കാണിച്ചു. അവർക്ക് ബ്രേക്ക് ത്രൂ പോയിട്ട് ത്രൂ പോലും നടക്കാൻ പറ്റിയില്ല. അവർ നിന്റെ ഉള്ളിൽ കാനിയുണ്ട്, ഞങ്ങൾ ടൈൽസ് ഒക്കെ ഇട്ട് ഭംഗിയാക്കി വെച്ചാൽ ഞങ്ങൾ കോരും. 2 വീട് കഴിഞ്ഞ് CA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടെ വരുമ്പോൾ അത് തുറന്ന് കാനയായിട്ട് വരും. എന്ത് ബ്രേക്ക് ത്രൂ ആണ് നടക്കുന്നത്? ഈ ഞങ്ങളുടെ പൈസ, താങ്കളുടെ ഉൾപ്പെടെ ഇവിടെ കൂടെ നടന്നു പോകുന്ന ആൾക്കാരുടെ ഉൾപ്പെടെയുള്ള പൈസയാണ് ടാക്സ് മണി. ഈ മുല്ലശ്ശേരി കനാൽ, ഈ ശ്രീധരൻ സാർ എന്നോട് പറഞ്ഞതാണ്, നമ്മൾ IIT ടീമിനെ അയക്കും. എന്റെ ഡിവിഷൻ മാത്രമല്ല, ചുറ്റുമുള്ള ഡിവിഷന്റെ ഒരു മാസ്റ്റർ പ്ലാനിനെ പറ്റുള്ളൂ. ഈ കനാൽ വന്നാൽ കൊച്ചിയെ അത് കുളിപ്പിച്ച് കിടത്തുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. വാട്ടർ ലെവൽ ഹൈ ആണ്. നാച്ചുറൽ ഫ്ലോ കിഴക്കോട്ടാണ്. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നതിന്റെ അപ്പുറത്തെ ഡിവിഷൻ 63 ആണ്. അവിടെ കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ പെട്ടിയും പറയും, ഇവിടെ വെള്ളം ഭയങ്കരമായിട്ട് കയറും. പെട്ടിയും പറയും ഓൺ ചെയ്യുമ്പോൾ അവിടുന്ന് വെട്ടുകത്തിയും അരിവാളൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നു ഇവിടുത്തെ പമ്പ് ഓപ്പറേറ്ററെ വെട്ടാൻ്റെ. കാരണം അവരുടെ വീട് വെള്ളത്തിന്റെ താഴെയാകാണ്. സ്മൃതി, ഈ സ്ഥലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 3 ഡിവിഷനുകൾ കൂടി ചേരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇതിന്റെ ഉദ്യോഗസ്ഥർ വലിയ നിലയിലുള്ള ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇവിടെ വേസ്റ്റ് മാനേജ് ചെയ്യാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ ഈ വെള്ളം ഒഴുക്കി വിട്ടാൽ ഒരു ഡിവിഷനിൽ നിന്നും ആളുകൾ അദ്ദേഹത്തെ ആക്രമിക്കാനെത്തും, ഇല്ല എങ്കിൽ മറ്റൊരു ഡിവിഷനിൽ നിന്നെത്തും. അത്തരത്തിൽ മഴക്കാലത്ത് ഈ ഉദ്യോഗസ്ഥരുൾപ്പെടെ വലിയ
ദുരിതം അനുഭവിക്കുന്നുണ്ട്. കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതി നിരവധി തവണ ഈ ഗുരുതരമായ വിമർശനം നടത്തിയിട്ടുള്ളതാണ്. ഈ മാലിന്യം നിർമ്മാർജ്ജനം നടത്തുന്നതിൽ കൊച്ചി കോർപ്പറേഷൻ ഒരു തോൽവിയാണ് എന്ന നിലയിലുള്ളത്. അത് ശരിവെക്കുന്ന നിലയിലാണ് മുല്ലശ്ശേരി കനാലിന്റെ പ്രവർത്തനം. മുല്ലശ്ശേരി കനാലിന്റെ നിലവിലെ സ്ഥിതിയിൽ നിന്നും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ വഴി എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡിലേക്കും യാത്രക്കാർ നടന്നു പോകുന്ന വഴിയാണ്. രാത്രി സമയങ്ങളിൽ ഇവിടെ വലിയ രീതിയിലുള്ള വെളിച്ചമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ദൃശ്യങ്ങളിലേക്ക് വന്നാൽ കാണാം, ഈ ഭാഗത്ത് കരിയോയിൽ നിറഞ്ഞു കിടക്കുകയാണ്. ഇവിടെ നിന്നും രാത്രിയിൽ നടന്നു വരുന്ന ആളുകൾ നിരവധി തവണ പല ആളുകളും ഇവിടെ ഈ കരിയോയിലിൽ തെന്നി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ കനാലിലേക്ക് വീണാൽ പിന്നെ കാര്യം പറയേണ്ടതില്ല. ആമയിഴഞ്ചാലിൽ എന്ത് സംഭവിച്ചോ അതിന് സമാനമായ നിലയിലുള്ള സംഭവം തന്നെയായിരിക്കും കൊച്ചിയിലും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കൊച്ചിയുടെ ഒരു മരണക്കിണറായി, ഒരു മരണക്കെണിയായി മുല്ലശ്ശേരി കനാൽ മാറിയിരിക്കുന്നു എന്ന്. സമാനമായ രീതിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. ഒരു മഴ നിന്നു പെയ്താൽ ഈ മലിനജലം ഒഴുകിയെത്തുന്നത് ഈ പറഞ്ഞ വീടുകളിലേക്കാണ്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, അവിടെ ആളുകൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നൊക്കെ സ്വാഭാവികമായും രാത്രികാലങ്ങളിലെങ്ങാനും ഒരാൾ കാല് തെന്നി ഈ കാണുന്ന കനാലിലേക്ക് വീഴുകയാണ് എങ്കിൽ പിന്നീട് അത് നോക്കേണ്ടതില്ല. അല്ലെങ്കിൽ ജോയിക്ക് എന്ത് സംഭവിച്ചോ സമാനമായ നിലയിലുള്ള ദുരന്തം കൊച്ചിയിലും ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയും മുല്ലശ്ശേരി കനാലിലുണ്ട്. തിരുവനന്തപുരത്ത് കാണുന്ന ദൃശ്യങ്ങളെക്കാൾ ഗുരുതരമാണ് ഇപ്പോൾ കൊച്ചിയിൽ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. തിരുവനന്തപുരത്ത് ഒന്നുകിൽ അവിടെ ഒരു നടപടിയെങ്കിലും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കൊച്ചിയിൽ അങ്ങനെയല്ല. വർഷങ്ങളോളം കെട്ടിക്കിടക്കുന്ന മാലിന്യം, ഉറച്ചുപോയ മാലിന്യം അടക്കം ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഈ മുല്ലശ്ശേരി കനാലിൽ നേരത്തെ പരാതി നൽകിയ വനിതയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഒരു കാര്യവും ഉണ്ടായിട്ടില്ല, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള കോർപ്പറേഷനോട് പ്രതികരണം ആരാഞ്ഞിരുന്നു. അലി അക്ബർ ഷാ, എന്താണ് മറുപടി? സ്മൃതി, തീർച്ചയായും ഓരോ തവണയും ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നത്തിൽ നമ്മൾ കോർപ്പറേഷന്റെ വിശദീകരണം തേടുമ്പോഴും അവരെടുത്തു പറയുന്നത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണമാണ്. സ്വാഭാവികമായും കാനകൾ വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കൃത്യമായി നടന്നിരുന്നു. പല സ്ഥലങ്ങളിലും അതിന്റെ റിസൾട്ട് കൃത്യമായി ഈ മഴക്കാലത്ത് കണ്ടിരുന്നു. മുൻകാലങ്ങളിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പല സ്ഥലങ്ങളിലും ഇത്തവണ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ ഒരു ഇടപെടലും നടത്താതെ കാനകൾ മാത്രം വൃത്തിയാക്കിയതുകൊണ്ട് കൊച്ചിയുടെ ഈ വെള്ളക്കെട്ടിന്റെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയില്ല. ആദ്യമായി ഇടപെടേണ്ട അല്ലെങ്കിൽ പരിഹാരം കാണേണ്ട ഏറ്റവും പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന മുല്ലശ്ശേരി കനാൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്ത് രാത്രികാലങ്ങളിൽ ആളുകൾ വിശ്രമിക്കാനിരിക്കുന്നതാണ്. ഇവിടെ ഈ പ്ലാസ്റ്റിക് പെറുക്കി ജീവിക്കുന്ന നിരവധി ആളുകളെ നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ എല്ലാം കാണാറുണ്ട്. നമ്മൾ വെറുതെ ഇതുവഴി നടക്കുമ്പോഴും അവർ വിശ്രമിക്കാനിരിക്കുന്നത് ഈ കാണുന്ന കലിങ്കിലും സ്ലാബിലും ഒക്കെയാണ്. സ്വാഭാവികമായും ഇവിടെ നിന്നൊന്ന് കാൽ തെറ്റി ഇതിലേക്ക് വീഴാനുള്ള സാഹചര്യം ഏറെയാണ്. അങ്ങനെ ഉണ്ടായാൽ അത് വലിയൊരു ദുരന്തത്തിലേക്ക്, തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാലിൽ സംഭവിച്ചതിനേക്കാൾ വലിയൊരു ദുരന്തത്തിലേക്ക് ഇവിടുത്തെ സാഹചര്യം കൊണ്ടുപോകും. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, മഴക്കാലത്ത് കൊച്ചിയിലെ സാധാരണക്കാർ, നികുതി അടയ്ക്കുന്ന സാധാരണക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതമാണ് ഈ കാണുന്ന രാസമാലിന്യം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് BPCLിലേക്ക് പോകുന്ന പൈപ്പിൽ ഒരു ലീക്ക് ഉണ്ടാവുകയും അവിടെ നിന്ന് ഒഴുകിയെത്തിയ കരിയോയിലാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ ഈ കനാലിൽ കാണുന്നത്. ഇവിടെ വെള്ളം നിറയുന്നു. ഈ വെള്ളം സമീപത്തുള്ള ദൃശ്യങ്ങളിൽ കണ്ടാൽ അറിയാം, അപ്പുറ ഭാഗങ്ങളിലെല്ലാം തന്നെ വീടുകളുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. പല ജോലികൾ എടുക്കുന്ന ആളുകൾ, അവരുടെ വീടുകളിലേക്കാണ് ഈ രാസമാലിന്യം ഒഴുകിക്കയറുന്നത്. അവരുടെ കുടിവെള്ള പദ്ധതികളുടെ വെള്ളത്തിലേക്കാണ്, പൈപ്പുകളിലേക്കാണ് ഈ രാസമാലിന്യം ഒഴുകിക്കയറുന്നത്. സ്വാഭാവികമായും വലിയ രീതിയിൽ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സമയത്ത് കൊച്ചിയിൽ അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ത് എന്ന് ചോദിച്ചാൽ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കോർപ്പറേഷൻ സംഭവിക്കുന്ന വീഴ്ച തന്നെയാണ്. അതിന്റെ ഏറ്റവും തുറന്ന ചിത്രമാണ് മുല്ലശ്ശേരി കനാലിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാലങ്ങളായി വന്നടിഞ്ഞ് കട്ട പിടിച്ചു പോയ പ്ലാസ്റ്റിക് വേസ്റ്റും രാസമാലിന്യങ്ങളും അതുപോലെ തന്നെ ചാക്കുകെട്ടുകളിലാക്കി പല സ്ഥലങ്ങളിൽ നിന്ന് ഉപേക്ഷിച്ച മാലിന്യങ്ങളും ഉൾപ്പെടെ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ കൊച്ചി നഗരത്തിന്റെ, കേരളത്തിന്റെ മെട്രോ നഗരത്തിന്റെ മുഴുവൻ മാലിന്യവും ഒഴുകിയെത്തുന്നത് മുല്ലശ്ശേരി കനാലിലേക്കാണ് എന്ന് പറയേണ്ടി വരും. അത് പല വഴികളിലൂടെ. അതിൽ ഇനിയും ഒരു ഇടപെടൽ നടത്താൻ കോർപ്പറേഷൻ സാധിച്ചിട്ടില്ല എന്നത് വലിയ വീഴ്ചയാണ്. ഹൈക്കോടതി ഉൾപ്പെടെ നിരവധി തവണ അത് ആവർത്തിച്ചിട്ടും കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല എന്നത് വലിയൊരു വീഴ്ചയാണ്. തന്നെയാണ് ഇതിനൊരു ശാപമായിരിക്കുന്നത്. ഇപ്പോൾ ഒരു കാഴ്ച കണ്ടു, മുല്ലശ്ശേരി കനാലിലെ ഗുരുതരമായ വീഴ്ചയുടെ കാഴ്ച. അത് വർഷങ്ങളായി തുടരുന്ന കാഴ്ചയാണ്. ഇനി ലേബി സജീന്ദ്രയ്ക്ക് കടമ്പ്രയാറിന്റെ അവസ്ഥ പറയും. ലേബി, കടമ്പ്രയാറിന്റെ അവസ്ഥ, അവിടെ നിന്ന് ഒരു ഓട്ടോ ഡ്രൈവറുടെ നേരത്തെയുള്ള പ്രതികരണം കണ്ടിരുന്നു. കോളിഫോം ബാക്ടീരിയ അളവിൽ കൂടുതൽ ആറിൽ വന്ന് അടിയുന്നു. രാവിലെ മഞ്ഞ നിറത്തിൽ ഒഴുകുന്ന കടമ്പ്രയാർ, അതാണ് അയാൾ പറഞ്ഞത്. എന്താണ് അവിടുത്തെ സ്ഥിതി?
സ്മൃതി, എറണാകുളം ജില്ലയിലെ മാലിന്യത്തെക്കുറിച്ച്, ജലാശയ മാലിന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് പെരിയാറിലെ രാസമാലിന്യമാണ്. അപ്പോൾ അവിടുത്തെ ജൈവമാലിന്യവും രാസമാലിന്യവും ഒക്കെ നിരന്തരമായി വാർത്തകളിൽ നമ്മൾ കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രമാണ് ഇക്കുറി അത് മാറ്റിവെച്ച് അത്രത്തോളം ശ്രദ്ധ തിരിയാത്ത കടമ്പ്രയാറിലേക്ക് നമ്മൾ വന്നത്. ഈ കടമ്പ്രയാറിൽ നമ്മൾ മറ്റ് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ജൈവമാലിന്യത്തിന്റെ നിക്ഷേപമല്ല ഇവിടുത്തെ അപകടം. ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, മഞ്ഞ നിറത്തിലാണ് ഈ വെള്ളം കിടക്കുന്നത്. ഒരു കാലത്ത് എറണാകുളം ജില്ലയിലെ ഏറ്റവും ശുദ്ധജലം ഒഴുകുന്ന നദിയായിരുന്നു ഇത്. ശുദ്ധജല സ്രോതസ്സാണ് ഇത്തരത്തിൽ ഈ ശുചിമുറി മാലിന്യത്തിന്റെ ഒരു കേന്ദ്രമായി, നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. പല ഭാഗങ്ങളിലെയും ഏകദേശം 5 പഞ്ചായത്തുകൾ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് കടമ്പ്രയാർ ടൂറിസം പദ്ധതി കൊണ്ടുവന്നൊരു പ്രദേശമാണ്. ഇത് കുന്നത്തുനാട് പഞ്ചായത്താണ്. കുന്നത്തുനാട് പഞ്ചായത്തും അതുപോലെ തന്നെ തൃക്കാക്കര നഗരസഭയും ഒക്കെ ഉൾപ്പെടെ 5ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചുറ്റിയാണ് കടമ്പ്രയാർ ഒഴുകുന്നത്. ഇതിലേക്ക് ഇതിന്റെ കൈവഴികളിലേക്കെല്ലാം ശുചിമുറി മാലിന്യം നേരിട്ട് നിക്ഷേപിക്കുന്നു. അടുത്തിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഏറ്റവും ഗുരുതരമായ അളവിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയ ജലസ്രോതസ് കടമ്പ്രയാറാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതേ തുടർന്നാണ് കേന്ദ്ര ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഇടപെടലും വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനോട് ഇതിന്റെ വിശദീകരണവും ചോദിച്ചിട്ടുണ്ട്. ഈ നാട്ടുകാർക്കൊക്കെ വലിയ പരാതിയാണ് ഇത് സംബന്ധിച്ചുള്ളത്. ഇവിടെ ഈ മാലിന്യം നിക്ഷേപിക്കാൻ ഒരു മടിയും ആർക്കും ഇല്ലല്ലേ? ഇല്ല. ഇവിടെ ഈ കടമ്പ്രയാർ പദ്ധതി വന്നിട്ട് ഏതാണ്ട് ഒരു 15 വർഷത്തോളമായി. ഇതുവരെയായിട്ട് ഇതിന് യാതൊരു വികസന പ്രവർത്തനങ്ങളിലേക്ക് ഇത് വന്നിട്ടില്ല. ഇവിടെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. വരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. ഈ ടൂറിസം പദ്ധതിയെ പിന്നാക്കം കൊണ്ടുപോകുന്നത് ഈ ജലസ്രോതസ് ഇങ്ങനെ ഇത്രത്തോളം മാലിന്യം നിറഞ്ഞത് തന്നെയാണ്. അതെ. ഈ പുഴയെല്ലാം ഇങ്ങനെ പോളയും പായലും ഒക്കെ പിടിച്ചു കിടക്കുകയാണ്. ധാരാളം പേര് ഇതിനകത്ത് മീൻപിടുത്തം ഉപജീവനമായിട്ട് നടത്തിക്കൊണ്ടിരുന്നവരായിരുന്നു. ഇപ്പോൾ ഈ പോളയും പായലൊക്കെ നീക്കം ചെയ്യാത്തതുകൊണ്ട് അവർക്ക് മീൻ പിടിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് പ്രാഥമിക സൗകര്യങ്ങളില്ല. അത് അടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളെയാണ് അവർ ആശ്രയിക്കുന്നത്. ടൂറിസം പദ്ധതി, സ്മൃതി, നമ്മൾ ഈ കടമ്പ്രയാർ ടൂറിസം പദ്ധതിയുടെ പ്രശ്നങ്ങളൊക്കെ ഒരു മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്തതായിരുന്നു. ഇദ്ദേഹം കൂടുതൽ ഊന്നൽ നൽകുന്നതും അതിലാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരാൻ കാരണം, നേരത്തെ ഒരു കൈവഴിയിൽ നിന്നുള്ള വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അവിടെ ആ ഓട്ടോറിക്ഷക്കാരന്റെ പ്രതികരണം കണ്ടു, വളരെ ധാർമ്മിക രക്ഷത്തോടെ പ്രതികരിക്കുന്നത് കണ്ടു. ഇവിടെ ഈ കടമ്പ്രയാർ എന്ന് പറയുന്ന വളരെ ഈ മനോഹരമായ ഈ കുന്നത്തുനാട് പഞ്ചായത്തിന്റെ ഈ ഭാഗത്ത് കടമ്പ്രയാർ ടൂറിസം പദ്ധതി ഏറ്റവും വലിയ സ്വപ്നത്തോടു കൂടി തന്നെ ഈ നാട്ടുകാർ കണ്ട പദ്ധതിയാണ്. അതാണ് ഇങ്ങനെ അനക്കമറ്റു പോയത്. അതായത് ഈ കടമ്പ്രയാർ, ഇവിടെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നതാണ്. ഇവിടെ കൊച്ചി നഗരത്തിലേക്ക് ഇവിടെ നിന്ന് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. അത്രത്തോളം മനോഹരമായി കിടന്ന ഈ വളരെ ശുദ്ധജല സ്രോതസ്സായി പലരും കുടിവെള്ളത്തിന് ആശ്രയിച്ചിരുന്ന ഒരു ഭാഗമാണ് ഇത്തരത്തിൽ മാലിന്യം നിറഞ്ഞ ഇത്തരത്തിൽ കിടക്കുന്നത്. ഇവിടെ ഒരു കാലത്തൊക്കെ ആളുകൾക്ക് വളരെ സമാധാനത്തോടെ വന്നിരിക്കാൻ പറ്റുന്ന ഈ അന്തരീക്ഷം വളരെ മാലിന്യം നിറഞ്ഞ ദുർഗന്ധം അമിക്കുന്ന ഇടമായി മാറിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഈ മാലിന്യം നിക്ഷേപിക്കുന്നതൊക്കെ നിങ്ങൾ തടയാറുണ്ടോ? തടയാറെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് ഇറങ്ങിയിട്ട് പോകുന്ന ആരെങ്കിലുമൊക്കെ ഒന്ന് പെറുക്കിക്കൊണ്ട് പോകാൻ ഇവിടെ തടഞ്ഞാൽ ആരെ തടയാനാ? എന്തോരം ആൾക്കാർ വന്ന് ഇവിടെ വെച്ച് വന്ന് ഇതുപോലെ വേസ്റ്റായി കിടക്കല്ലേ, ഈ മാലിന്യമായി കിടക്കല്ലേ. ഇവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, അത് ആരുടെ എടുത്തുകൊണ്ട് പോയി കളഞ്ഞു. അപ്പം പിന്നെ അത് നമ്മൾ ആരോട് പറയാനും ഇവിടെ ആരും പിന്നെ കാണാനും ഇവിടെ ആരും നിയന്ത്രിക്കാനുള്ളത്? കൊച്ചി എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത്. ഇങ്ങോട്ട് ഈ ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും ആളുകൾ വന്നുകൊണ്ടിരുന്ന ഭാഗമാണ് ഇത്തരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, മറ്റ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ജൈവ മാലിന്യത്തിന്റെ നിക്ഷേപമല്ല ഈ കടമ്പ്രയാറിനെ ശ്വാസം മുട്ടിക്കുന്നത്. ഇവിടെ ഈ ഇത്രയും ദൂരം പരന്നൊഴുകുന്ന ഈ നദിയിലേക്ക് ആളുകൾ ശുചിമുറി മാലിന്യം നേരിട്ട് നിക്ഷേപിക്കുന്നു. ഫാക്ടറികളുടെ ഔട്ട്ലെറ്റുകൾ, ചെറിയ ഔട്ട്ലെറ്റുകൾ പുഴയ്ക്കടിയിലേക്ക് വെച്ച് രാസമാലിന്യത്തിന്റെ നിക്ഷേപം നടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പുഴ, ഏറ്റവും മനോഹരമായി ഒരു കാലത്ത് ഒഴുകിയിരുന്ന പുഴ ഇത്തരത്തിൽ ചലനമറ്റ്, അനക്കമറ്റ് മഞ്ഞ കളറിൽ കിടക്കുന്നത്. ഇതിന്റെ ഒരു ഭാഗത്ത്, നമ്മളിതിന്റെ തുടക്ക ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്നുള്ള ദ്രാവക രൂപത്തിലുള്ള മാലിന്യവും ഇതിലേക്ക് ഒഴുകി വീഴുന്നു. ഇടയ്ക്ക് കൈവഴികൾ ഒരുപാട് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നുണ്ട്. ഈ കൈവഴികളിലെല്ലാം ശുചിമുറി മാലിന്യം ഒരു മടിയുമില്ലാതെ ഫ്ളാറ്റുകളും അതുപോലെ വില്ലകളും എല്ലാം ശുചിമുറി മാലിന്യം ഔട്ട്ലെറ്റുകളിലൂടെ നിക്ഷേപിക്കുന്നു എന്നുള്ള ഗുരുതരമായ കണ്ടത്തലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. കടമ്പ്രയാറിലെ കാഴ്ചയാണ് ഇപ്പോൾ ലിബി സുരേന്ദ്രൻ കാണിച്ചത്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഈ കടമ്പ്രയാറിൻ്റെ അവസ്ഥയിൽ എന്ത് മറുപടി നൽകും എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത്, നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വഴിയരികിൽ ഇപ്പോഴും മാലിന്യം കുന്നുകൂടി കിടക്കുന്ന കാഴ്ചയാണ്. പ്ലാസ്റ്റിക് മാലിന്യവും ജൈവ മാലിന്യവുമെല്ലാം
ജനവാസ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മഴ കൂടി കനക്കുന്നതോടെ ഈ മാലിന്യശേഖരം പകർച്ചവ്യാധികൾക്കും കാരണമാകും. എറണാകുളം KSRTC സ്റ്റാൻഡിന് സമീപത്തെ സലിംരാജൻ റോഡ്. ഓരോ മണിക്കൂറിലും നൂറുകണക്കിന് വാഹനങ്ങളും നിരവധി കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന പ്രദേശം. കൊച്ചി നഗരത്തിലെ തന്നെ തിരക്കേറിയ ഇടങ്ങളിലൊന്ന്. സംഭവബഹുലമാണ് ഇവിടുത്തെ കാഴ്ച. മൂക്കുപൊത്താതെ കടന്നു പോകാനാകില്ല. ഈച്ച മുച്ചാതെ ഇവിടം കടന്നു കിട്ടിയാൽ ഭാഗ്യമെന്ന് പറയാം. പദ്ധതികൾ പലത് ആവിഷ്കരിച്ചെങ്കിലും മാലിന്യക്കൂനയുടെ കാര്യത്തിൽ കൊച്ചി ഇപ്പോഴും പഴയ കൊച്ചി തന്നെയാണ്. ജനവാസ മേഖലകളിൽ ഉൾപ്പെടെ നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും ദേ ഇതുപോലെ മാലിന്യക്കൂമ്പാരം യഥേഷ്ടമുണ്ട്. ഇടറോഡുകളിലേക്ക് കയറിയാലും സ്ഥിതി മറ്റൊന്നല്ല. നടപ്പാതകൾ പോലും ഈച്ചകളും പുഴുക്കളും നിറഞ്ഞ സാഹചര്യം. എറണാകുളം KSRTC സ്റ്റാൻഡ് പരിസരം, കുസാറ്റ് ക്യാമ്പസ്, കണ്ടെയ്നർ റോഡ്, മട്ടാഞ്ചേരി, കലൂർ തുടങ്ങി പലയിടങ്ങളിലും തെരുവോരത്ത് ഇത്തരം മാലിന്യശേഖരം സ്ഥിരം കാഴ്ചയാണ്. ഹരിതകർമ്മസേന വേർതിരിച്ച് ശേഖരിച്ചു വെച്ച മാലിന്യം കൊണ്ടുപോകാനും ആളില്ല. മഴ കൂടി ശക്തമാകുന്നതോടെ പകർച്ചവ്യാധികളുടെ ഉറവിട കേന്ദ്രമായി ഇത്തരമിടങ്ങൾ മാറുമോ എന്നതാണ് ആശങ്ക. റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ, കൊച്ചി. മധ്യ കേരളത്തിലെ കാഴ്ച കണ്ടു കഴിഞ്ഞിരിക്കുന്നു. കൊച്ചി നഗരത്തിലെ കാഴ്ച കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി വടക്കോട്ടേക്കാണ്, കോഴിക്കോട്ടേക്കാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട പുഴയാണ് കോഴിക്കോട്ടെ കല്ലായിപ്പുഴ. ഒരു മാസം മുമ്പ് റിപ്പോർട്ടർ ലൈവത്തോണിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ് അടക്കമുള്ളവർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ മലിനമായുള്ള കല്ലായിയുടെ യാത്രയ്ക്കിപ്പോഴും മാറ്റമില്ല. 100 മില്ലിലിറ്റർ വെള്ളത്തിൽ 4,80,000 കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത്ര ഗുരുതരമായ സാഹചര്യമാണ്. കല്ലായിപ്പുഴയ്ക്ക് അരികിൽ നിന്ന് MM രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, കല്ലായിപ്പുഴയുടെ സാഹചര്യം, മാലിന്യാവസ്ഥ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അന്ന് മേയർ നൽകിയ ഉറപ്പും നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം ഒന്നും നടന്നിട്ടില്ല എന്നാണോ ഇന്നത്തെ കാഴ്ച? തീർച്ചയായും ഇന്നത്തെ കാഴ്ചയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. കല്ലായി പുഴയുടെ അരികത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ രാജ്യത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട പുഴ എന്നുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷം കല്ലായി പുഴ സംരക്ഷണ സമിതി അടക്കം ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുകയുണ്ടായി. കോർപ്പറേഷനെ സമീപിക്കുകയും നിവേദനം നൽകുകയും ചെയ്യുന്ന കാഴ്ചയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ കോർപ്പറേഷൻ ഇപ്പോൾ 12,77,00,000 രൂപ കല്ലായി പുഴയുടെ നവീകരണത്തിനായി മാറ്റിവെച്ചിരുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള 12,77,00,000 രൂപയാണ് ഇതിനായി മാറ്റിവെച്ചിരുന്നത്. ഈ തുകയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയായിട്ടുണ്ട്. പുഴയുടെ ആഴം കൂട്ടൽ പ്രവൃത്തിയാണ് നടക്കുക എന്നറിയുന്നു. ബോംബെ ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ കമ്പനിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ടെൻഡർ ലഭിച്ചിട്ടുള്ളത്. ഇത്തരം നടപടിക്രമങ്ങൾ ഇനി വേഗത്തിലാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഏതായാലും കല്ലായി പുഴ സംരക്ഷണ സമിതിയും നമ്മൾ ഈ ലൈവത്തോണിലൂടെ വളരെ ഗൗരവമായി തന്നെ CWRDMൻ്റെ പഠനമുണ്ടായിരുന്നു. 1 മില്ലിലിറ്റർ വെള്ളത്തിൽ 4,80,000 കോളിഫോം ബാക്ടീരിയ ഉണ്ട് എന്നുള്ളതടക്കമുള്ള കണക്കുകളുണ്ടായിരുന്നു. ഒപ്പം തന്നെ നിരവധി ഓടകളിൽ നിന്നും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും ആശുപത്രിയിൽ നിന്നും ഉൾപ്പെടെ ബയോമാലിന്യങ്ങൾ ഉൾപ്പെടെ പുഴയിലേക്ക് തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മഴയാണിപ്പോൾ. ഈ മഴക്കാലത്ത് എത്രമാത്രം മലിനമാണെന്ന് നമുക്ക് കാണാം. അത്യാവശ്യം വെള്ളമുള്ള സമയമാണ്. പക്ഷേ ഈ വെള്ളത്തിൽ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആകെ 2 അടി മാത്രമേ താഴ്ചയുണ്ടാകൂ. ഇതൊരു വേലിയേറ്റത്തിൻ്റെ സമയം കൂടെയാണ്. അല്ലെങ്കിൽ വറ്റി വരേണ്ട നിലയിലായിരിക്കും കല്ലായിയുടെ അവസ്ഥ. ഇത് മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപ് തന്നെ റവന്യൂ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ സർവേ നടന്നിരുന്നു. കല്ലായി പുഴയുടെ കയ്യേറ്റം സംബന്ധിച്ചായിരുന്നു ഈ സർവേ നടന്നത്. ഏകദേശം 25 ഏക്കറോളം ഭൂമി കയ്യേറിയിട്ടുണ്ട്. പുറമ്പോക്ക് കയ്യേറി പല വ്യവസായ സ്ഥാപനങ്ങളും ഒപ്പം തന്നെ മരസ്ഥാപനങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. ഈ കയ്യേറ്റം തിരിച്ചു പിടിക്കാനായി ജണ്ട സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് പല നിയമക്കുരുക്കുകളിലേക്ക് നീങ്ങുകയുണ്ടായി. 2020 പക്ഷേ ഹൈക്കോടതിയിൽ നിന്നും കയ്യേറ്റം ഒഴിപ്പിക്കണം, ഒപ്പം തന്നെ സർക്കാർ ലീസിന് നൽകിയ ഭൂമി തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു വിധി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ വിധിക്കെതിരെയും ഈ കയ്യേറിയ ആളുകൾ പലപ്പോഴും കോടതിയെ സമീപിക്കുകയും അത് നീണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. 2 ഘട്ടങ്ങളിലാണ് കല്ലായി പുഴയുടെ നവീകരണം ഇനി നടക്കേണ്ടത്. ആദ്യ ഘട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കോർപ്പറേഷൻ ഇടപെടുകയും ഒപ്പം തന്നെ ഇതിൻ്റെ ആഴം കൂട്ടൽ പ്രവൃത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ആദ്യഘട്ടം തുടങ്ങി വെച്ചു എന്ന് പറയാം. ഏകദേശം 22 കിലോമീറ്ററോളം ദൂരമുണ്ട് എന്നാണ്
ഈ കല്ലായി പുഴ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ അങ്ങനെ നടക്കും. രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഏകദേശം 25 ഏക്കറോളം വരുന്ന ഭൂമി തിരിച്ചു പിടിക്കാൻ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടികളാണ് ഉണ്ടാവുക എന്നറിയാനുള്ളത്. നമ്മോടൊപ്പം തന്നെ കല്ലായി പുഴയുടെ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരുണ്ട്. ഫൈസൽ പള്ളിക്കണ്ടി, ഇദ്ദേഹമാണ് നീണ്ടകാലം നിയമ പോരാട്ടം നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടെല്ലാം നമുക്ക് ഇദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ നമ്മൾ നിവേദനം കൊടുക്കുകയുണ്ടായി. അപ്പോൾ തന്നെ നമ്മുടെ ലൈവത്തോടെ തുടർന്ന് നിങ്ങൾ ഒന്നുകൂടെ ആക്റ്റീവ് ആവുകയും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എന്താണ് ഇതിൽ നിന്നും കോർപ്പറേഷൻ ഇപ്പോൾ അവസാനമായി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ പ്രതീക്ഷയിലാണോ? കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം 13 കോടിയോളം രൂപ പുഴയുടെ നവീകരണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. 12,97 ലക്ഷം രൂപയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. ടെൻഡർ പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട്. ഇനി പ്രവൃത്തിയാണ് നടക്കേണ്ടത്. കാരണം പുഴയിൽ 2 മീറ്ററോളം ചളി കിടക്കുന്നുണ്ട്. ഈ 2 മീറ്ററോളം കിടക്കുന്ന ചളി കാരണം കോഴിക്കോട് നഗരത്തിൽ പൂർണ്ണമായിട്ട് വെള്ളത്തിലാണ്. കാരണം മഴവെള്ളം പെയ്യുമ്പോൾ പുഴയിലൂടെയാണ് നമ്മളെ അറബിക്കടലിലേക്ക് വെള്ളം ഒഴുകി പോകുന്നത്. അതിന് വലിയൊരു തടസ്സം ഇന്ന് കല്ലായിപ്പുഴയിലെ ചളിയും മാലിന്യങ്ങളാണ്. കനോലി കനാൽ വഴിയാണ് പൂർണ്ണമായിട്ടും വെള്ളം നഗരത്തിലുള്ള വെള്ളം കടന്നു വരുന്നത്. പക്ഷേ ഇത് മാറണമെന്നുണ്ടെങ്കിൽ പുഴയിലുള്ള ഈ പറഞ്ഞ തോതിലുള്ള മാലിന്യങ്ങൾ നിർബന്ധമായിട്ട് നീക്കം ചെയ്യണം. പക്ഷേ ആ പ്രവർത്തികൾ നീണ്ടു പോകും. പക്ഷേ ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് 13 കോടിയുടെ പ്രൊജക്റ്റ് ആണെങ്കിലും ശരിക്ക് ഇതിപ്പോൾ 6ാമത്തെ തവണയാണ്. 15 വർഷത്തിനിടെ 6ാമത്തെ ടെൻഡറാണ് വിളിച്ചിട്ടുള്ളത്. ഈ ടെൻഡറുകളെല്ലാം DPR കാരണം ഈ പ്രവൃത്തിയിൽ വരുന്നത് ഡ്രഡ്ജറിൽ നമ്മുടെ അറബിക്കടലിൽ ഇതിലുള്ള വേസ്റ്റ് മാലിന്യം, അതായത് ചളിയടക്കം കൊണ്ടുപോയി തള്ളണം. പക്ഷെ അതിനാണ് ഇത്രയും വലിയ തുക വരുന്നത്. ഈ 4 പാലങ്ങളുണ്ട്. ഒന്ന് കോതിപ്പാലമുണ്ട്, കല്ലായിൽ 2 പാലങ്ങളുണ്ട്, മാങ്കാവിൽ ഒരു. ശരി രാകേഷ്, ആ പ്രതികരണം എടുത്തുകൊള്ളുക. ഏതായാലും നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ മേയർ ഈ കാര്യത്തിൽ നൽകിയ ഉറപ്പ് അത് പാലിക്കേണ്ടതുണ്ട്. ഈ റിപ്പോർട്ട് ഞങ്ങൾ മേയറുടെ സമക്ഷം ഒന്നുകൂടി വെക്കുകയാണ്. എല്ലാ ജില്ലയിലും മാലിന്യ സംസ്കരണ കേന്ദ്രം നിർമ്മിക്കുമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നൽകിയിരിക്കുന്ന ഉറപ്പ്. ബ്രഹ്മപുരത്തിലെ മാലിന്യ പ്ലാന്റ് ഫെബ്രുവരിയിൽ പ്രവർത്തന സജ്ജമാകും. മാലിന്യ പ്രശ്നത്തിൽ കർശന നടപടിയുണ്ടാകുമെന്നും ബയോ മൈനിംഗ് പകുതിയും പൂർത്തിയായെന്നും മന്ത്രി റിപ്പോർട്ടിനോട് പറഞ്ഞു. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കും. യോഗത്തിന് കൗൺസിലർമാർ എത്താതിരുന്നത് ജനം വിലയിരുത്തട്ടെ എന്നും മന്ത്രി പറഞ്ഞിരിക്കുന്നു. റിപ്പോർട്ടർ ഇംപാക്ട്. തദ്ദേശ ഭരണ മന്ത്രി MB രാജേഷാണ് നമുക്കൊപ്പം ചേരുന്നത്. മിനിസ്റ്ററെ, സംസ്ഥാനത്താകെ മാലിന്യ പ്രശ്നം വളരെ രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്വയം ജനങ്ങൾ തന്നെ അതിലൊരു ബോധവൽക്കരണം സ്വയം ഉണ്ടാക്കേണ്ടതാണെന്ന് മന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഇതിനെതിരായ നടപടികൾ സർക്കാരിൻ്റെ എത്തി നിൽക്കുന്നത്? ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളം ഒറ്റക്കെട്ടായിട്ടാണ് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ലാതെ അണിനിരക്കുന്ന ഒരു കാര്യമായി ഇത് മാറിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും വലുതും ചെറുതുമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും പങ്കെടുത്ത് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്ടോബർ 2 മുതൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിപുലമായ ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. കൊച്ചിയിലെ ബ്രഹ്മപുരത്ത് CBG പ്ലാന്റിൻ്റെ നിർമ്മാണം BPCL ആരംഭിച്ചു കഴിഞ്ഞു. ഫെബ്രുവരി മാസത്തോടുകൂടി അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അവരറിയിച്ചിട്ടുള്ളത്. സമാനമായിട്ടുള്ള കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ്, മാലിന്യത്തിൽ നിന്ന് ബയോഗ്യാസ് ഉണ്ടാക്കുന്ന വൻകിട പ്ലാന്റ് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും വരികയാണ്. സ്ഥലം കണ്ടെത്താൻ ഉള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ജൈവ മാലിന്യങ്ങളെ ഒരുപോലെ RDF ആയി ഇന്ധനമായിട്ട് പരിവർത്തിപ്പിക്കാനുള്ള ഓരോ ടൺ ശേഷിയുള്ള 2 സ്മാർട്ട് മെഷീനുകൾ വീതം തിരുവനന്തപുരത്തും കൊച്ചിയിലും വന്നു. തിരുവനന്തപുരത്തെ സ്മാർട്ട് മെഷീൻ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കൊച്ചിയിലത് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയും വേഗത്തിൽ അത് ആരംഭിക്കും. എല്ലാ ജില്ലകളിലും ഒരു RDF പ്ലാന്റ് അടുത്ത ഒരു 3-4 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എല്ലാ ജില്ലകളിലും ഒരു ദ്രവമാലിന്യ കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റും അടുത്തൊരു മാർച്ചിനുള്ളിൽ യാഥാർത്ഥ്യമാക്കണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ മുന്നോട്ട് വരുന്നതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഇതിനെ സഹായിക്കേണ്ടത് ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ്. സർ, ആമയിഴഞ്ചാൻ തോട്ടിൽ തന്നെ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ പല കൗൺസിലർമാരും വരാതിരുന്നൊരു നിസ്സഹകരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ജനപ്രതിനിധികൾ പോലും ഇത്തരം കാര്യങ്ങളോട് വിലയിരുത്തുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ജനങ്ങൾ വിലയിരുത്തണം. 100 പേരിൽ 28 പേരാണ് വന്നത്. ഞാൻ അതിൻ്റെ അസംതൃപ്തി അവിടെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത്തരം നടപടികൾ ജനങ്ങൾ വിലയിരുത്തുക തന്നെ ചെയ്യും. ഇക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. എന്താണ് വരാൻ തടസ്സം എന്താണ്? ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലും ഇതുപോലെ തന്നെ യോഗം ചേരും. ആമയിഴഞ്ചാൻ തോടിൻ്റെ കാര്യത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം എപ്പോഴത്തേക്കുണ്ടാകും? ആമയിഴഞ്ചാൻ തോടിൻ്റെ കാര്യത്തിൽ
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും നടപ്പാക്കി കഴിഞ്ഞു, ബാക്കിയുള്ളത് നടപ്പാക്കുന്നതിൻ്റെ ഘട്ടങ്ങളിലാണ്, വിവിധ ഘട്ടങ്ങളിലാണ്. മന്ത്രിയുടെ വാക്കുകൾ ഏതായാലും നമ്മൾ വിശ്വാസത്തിലെടുക്കുകയാണ്. മറ്റു ജീവൻ ഇനി പൊലിയരുത്. ആമയിഴഞ്ചാനിൽ നഷ്ടമായ ജോയുടെ കുടുംബത്തിന്റെ വാക്കുകളും നമ്മൾ കേട്ടുകഴിഞ്ഞു. കോർപ്പറേഷനും റെയിൽവേയും ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മാലിന്യം കുമിഞ്ഞുകൂടുമ്പോൾ വീർപ്പുമുട്ടുന്ന ഒരു വലിയ ജനത ഉണ്ട് എന്ന യാഥാർത്ഥ്യം അധികാരികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്കൊപ്പം അവരുടെ ശബ്ദമായി റിപ്പോർട്ടർ TV എന്നും ഉണ്ടാകും.